പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തെ നയിച്ചത് കർത്താവാണ്. ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതും കർത്താവാണ്. രണ്ടും ഒരേ ദൈവത്തിൽ നിന്ന് തന്നെ വരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നതും ചില സഹനങ്ങൾ നമുക്ക് അനുവദിക്കുന്നതും കർത്താവ് തന്നെയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന കർത്താവിൻ്റെ ഒരു മുഖം നമുക്ക് കാണാം. ഇസ്രായേൽ ജനത്തെ ബലപ്പെടുത്താൻ മോശയുടെ അഹറോൻ്റെ കരങ്ങൾക്ക് ബലം പകരുന്ന കർത്താവിനെ നമുക്ക് കാണാം. അതേസമയം ഫറവോയുടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് അവരെ കടന്നു പോകാൻ അനുവദിക്കാത്ത ഒരു ദൈവത്തിൻ്റെ ശക്തിയെ കൂടെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ അതേസമയം ഫറവോയുടെ ഹൃദയം കഠിനമാക്കി എന്ന് വചനം പഠിപ്പിക്കുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ രണ്ടും ദൈവം തന്നെ കൽപ്പിച്ചനുവദിക്കുന്നതാണ്. ഇത്ര വർഷം കൊണ്ട് ഇത്ര ദൂരം നീ ട്രാവൽ ചെയ്താൽ മതി, കർത്താവിൻ്റെ ഹിതമാണ്. നമ്മുടെ ഓട്ടം അവസാനിക്കുന്ന ഒരു നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ്, അത് ഈശോ സ്ഥാപിച്ചിരിക്കുന്നൊരു സ്ഥലമുണ്ട്. ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തേക്കുള്ള ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പറയുന്ന തരത്തിൽ നമ്മൾ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നുപോയി ദൈവം നിശ്ചയിച്ച സഹനങ്ങൾ ഏറ്റെടുത്ത് ആ സഹനങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ കടന്നു വന്ന് ദൈവത്തിൻ്റെ വലിയൊരു ശക്തിയാൽ നയിക്കപ്പെട്ട് നമ്മൾ ഈ സഹനങ്ങൾ അനുവദിച്ചവൻ ആ സഹനങ്ങളെ നേരിടാനുള്ള കെൽപ്പ് തന്നുകൊണ്ടാണ് നമ്മളെ ദൈവം നയിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സഹനങ്ങൾ അനുവദിച്ച ദൈവം ഈ സഹനങ്ങളെ ഓവർകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഓരോ സഹനവും നിങ്ങൾക്ക് അനുവദിക്കുന്നതിനോടൊപ്പം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വെച്ചൊരുക്കിയിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയുടെ റാങ്ക് ഏതാണോ അതേ റാങ്കിലുള്ള സഹനങ്ങൾ തന്നെ എന്നെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ പ്രാർത്ഥന എത്രത്തോളം ആഴമേറിയ പ്രാർത്ഥനയാണോ, എൻ്റെ ദൈവവുമായി എനിക്ക് എത്രത്തോളം വ്യക്തിപരമായി ബന്ധമുണ്ടോ, പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ ഒഴുക്കുന്ന കണ്ണുനീരിന് കാരണവും അതുപോലെ തന്നെ കാഠിന്യമുള്ളതായിരിക്കും. എൻ്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ എങ്കിൽ എന്നിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളുടെ കാഠിന്യവും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് എതിർവശത്തൊരു ശക്തിയുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടാവണം. എതിർവശത്തൊരു ശക്തിയുണ്ട്, എൻ്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന, ആത്മീയ ജീവിതത്തിൽ നിന്ന് തന്നെ താഴെ ഇറക്കുന്ന, എന്നെ മറ്റേതെങ്കിലും ഒരു വിഗ്രഹത്തിലേക്ക് അടുപ്പിക്കുന്ന എതിർവശത്തുള്ളൊരു ശക്തി എനിക്ക് ചുറ്റും ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എൻ്റെ പ്രാർത്ഥനയിൽ ആദ്യമേ എന്നിൽ ആഴപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനകളിലുള്ള ഒരു മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന ചിന്തകൾ, മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന ആഗ്രഹങ്ങൾ, നോട്ടങ്ങൾ, ശ്രദ്ധ എന്ന് വേണ്ട ഏതാണോ നമ്മുടെ മനസ്സിനെ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റുന്നത്, അതിൽ നിന്നെല്ലാം നമുക്ക് തന്നെ ഒരു ദൈവത്തിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ എടുക്കാൻ നമുക്ക് തന്നെ സാധിക്കും. കാരണം എൻ്റെ പ്രാർത്ഥന, എൻ്റെ റാങ്ക്, സഹനത്തിന് ദൈവം ഒരു റാങ്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ സഹിക്കുമ്പോൾ നമ്മുടെ സഹനത്തിന് ഒരു റാങ്ക് ഉണ്ട് പ്രിയപ്പെട്ടവരെ. വെറുതെ എന്തെങ്കിലും സഹിക്കുന്നതല്ല സഹനം എന്ന് പറയുന്നത്. ഞാൻ കുറേ അനുഭവിച്ചു, ഇത് ദൈവത്തിൻ്റെ സഹനമാണ്, അതല്ല. സഹനത്തിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു റാങ്ക് ഉണ്ടെങ്കിൽ, ഈ സഹനത്തിലൂടെ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് ഒരു സഹോദരനോ സഹോദരിയോ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ദൈവം സ്വീകരിക്കുന്ന പ്രാർത്ഥനയായിട്ട് ആ സഹനത്തെ നമുക്ക് കാണാൻ പറ്റണം. നമ്മുടെ തലമുറകളിൽ ഇത്തരത്തിലുള്ള സഹനങ്ങളെ അതിജീവിച്ചവരുണ്ട്, ഇത്തരത്തിലുള്ള സഹനത്തിൽ ജീവൻ ഒടുക്കിയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കളെ നമ്മൾ ഓർക്കുമ്പോൾ ഈ ആത്മാക്കൾ ഈ സഹനത്തെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം. ഈ സഹനത്തെ അതിജീവിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ശക്തിയേറിയ ആയുധമാണ് നമ്മുടെ വ്യക്തിപരമായി ദൈവവുമായി നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് കാര്യങ്ങൾ ചോദിച്ച് നേടിയെടുക്കുന്നതല്ല, മറിച്ച് എൻ്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവവുമായി എൻ്റെ ആത്മാവ് ഏർപ്പെടുന്നൊരു സംഭാഷണമാണ് പ്രാർത്ഥനയെങ്കിൽ ഞാൻ ദിവസവും എൻ്റെ ആത്മാവിൻ്റെ ഉടയവനായ ദൈവവുമായി സംസാരിച്ചിട്ടുണ്ടാവണം. എൻ്റെ ദൈവവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, അവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ടോ, ഈ ഗ്യാപ്പിലൂടെ നിൻ്റെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഈവിൾ സ്പിരിറ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില സാത്താൻ്റെ അരൂപികൾ കൊണ്ടുതരുന്ന ബാധ്യതകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, ചില അസ്വസ്ഥതകൾ, ഇതെല്ലാം കൊണ്ടുതരുന്ന ചില അവസ്ഥകളുണ്ട്. രണ്ട്, ദൈവം സ്ഥാപിക്കുന്നതുണ്ട്. ദൈവം സ്ഥാപിച്ചത്
പ്രിയമുള്ളവരെ, അത് നടക്കാൻ വേണ്ടി ദൈവം സ്ഥാപിച്ചതും നിനക്ക് പഠിക്കാൻ വേണ്ടി ദൈവം സ്ഥാപിച്ചതും രണ്ടുമുണ്ട്. നമ്മുടെ സഹനങ്ങളിൽ കർത്താവ് ചിലത് ഈ സഹനത്തിലൂടെ തന്നെ നീ പോകണം എന്ന് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അത് നടക്കാനുള്ളതാണ്. അത് നടന്നു തന്നെ ആവണം. മറ്റുള്ളത് ചിലത് നീ അതിനെ നേരിട്ട് പഠിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ ഒരുക്കും. എൻ്റെ പേഴ്സണൽ ലൈഫിൽ കർത്താവ് തന്നിരിക്കുന്ന സഹനങ്ങളെല്ലാം നടന്ന് തന്നെ ആകണം എന്നുള്ളതാണ്. ഞങ്ങളെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളൊന്നും മാറിപ്പോവാറില്ല. അത് ഇത്ര മാസത്തിനുള്ളിൽ തന്നെ കർത്താവ് ഒരു സൂചന തരും. ഒരുങ്ങിയിരിക്കാനൊരു സൂചന, പ്രാർത്ഥിക്കാനൊരു കാരണം കർത്താവ് ആദ്യമേ കൈ കൊണ്ടുവന്ന് തരും. ആ കാരണം വെച്ചുകൊണ്ട് ആ കാരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ഒരു കാരണം, പ്രാർത്ഥിക്കാനൊരു കാരണം എൻ്റെ ജീവിതത്തിൽ ഈശോ എപ്പോഴും സ്ഥാപിക്കും. ഒരു ഇത്ര ഗ്യാപ്പിനുള്ളിൽ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു കാരണം തരും. അത് ഏത് രീതിയിലുമാകാം, സാമ്പത്തികമായോ ആരോഗ്യമായോ മറ്റു പല രീതിയിലോ, ഏത് രീതിയിലാണെങ്കിലും ഒരു കാരണത്തെ ഈശോ വ്യക്തി ജീവിതത്തിൽ സ്ഥാപിക്കും. അപ്പോൾ നമുക്കൊരു ബോധ്യം കിട്ടി, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് ഈ കാരണം മാറാൻ വേണ്ടി ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ല. പകരം കാരണം തന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാനുള്ള ടൈമാണത്. ഒരു കാരണം നമുക്ക് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു കാരണം വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആത്മശോധന ചെയ്യാനുള്ള സമയമാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. കാരണത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് വ്യക്തിപരമായി ദൈവവുമായി കൂടുതലൊരു അടുപ്പം സ്ഥാപിക്കാൻ ഞാനവിടെ പ്രാർത്ഥനകൾ സ്റ്റാർട്ട് ചെയ്യും. ഈ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തൊരു 1 മാസം അല്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ എന്താണോ ദൈവം പറഞ്ഞിരിക്കുന്നത് ആ സഹനത്തെ വെൽക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാകും. ആ സഹനം വന്നു ചേരും. പ്രിയപ്പെട്ടവരെ, ഒട്ടും ഭാരം തോന്നത്തില്ല. നിങ്ങളത് പ്രസംഗത്തിൽ കേൾക്കുമ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. അത്രയല്ല, അതിന് റാങ്ക് വ്യത്യാസമുണ്ട്. എങ്കിലും ആ സഹനത്തെ വെൽക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടാകും. ഒരു തെല്ല് പോലും ഭയം തോന്നില്ല. സഹനം വരുമ്പോൾ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞിട്ടുമില്ല. കാരണം ദൈവം അനുവദിച്ചതാണോ അതിനെ നേരിടാൻ എന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം സഹനം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അനുവദിക്കുന്ന സഹനത്തിന് മുൻപേ നിന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം എടുത്തേ, നമ്മൾക്ക് ദൈവം പഞ്ചേന്ദ്രിയങ്ങൾ തന്ന് എല്ലാം കാണാനും കേൾക്കാനും എന്തും സംസാരിക്കാനും ദൈവം നമുക്കൊരു ഫ്രീഡം തന്നിട്ടുണ്ട്. ഞാൻ കാണുന്നു, മുന്നിലൊരു കുഴിയുണ്ട്, ഞാൻ കാണുകയാണ്, ഞാൻ അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഇതെൻ്റെ ഭൗതികതയിൽ എൻ്റെ കാഴ്ചപ്പാട്. ഇത് തന്നെ എനിക്ക് ആത്മീയതയിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ഇത് മുന്നിലേക്ക് പോയാൽ ഒരു പാപം പതിയിരിക്കുന്നുണ്ട് എന്ന് കാണാനുള്ളൊരു അന്ധതയില്ലാത്ത, തുറവിയുള്ള, ഒരു കാഴ്ചയുള്ളൊരു ആന്തരിക നേത്രം ആത്മീയതയിൽ നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ആത്മാവ് നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ഭൗതികതയിൽ നിനക്ക് കാഴ്ചയുണ്ടെങ്കിൽ അത് നിനക്ക് ആരോഗ്യത്തിന് കാരണമാകും. അപകടത്തിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ നിൻ്റെ കണ്ണുകൾക്ക് സാധിക്കും. അപകടമാണ്, നീ മാറും. അപകടമാണ് എന്ന് തോന്നിയാൽ നീ അവിടെ നിന്ന് മാറി നീ സുരക്ഷിത സ്ഥാനം നേടിയെടുക്കും. അവിടെ നിന്നോട് ആരും പറയുന്നില്ല. നിൻ്റെ കണ്ണു കണ്ടു അപകടത്തെ, നിൻ്റെ കണ്ണ് അത് മുൻകൂട്ടി കണ്ടു. നിൻ്റെ ശരീരം നിൻ്റെ കണ്ണിൻ്റെ ആ ഒരു സൈൻ സ്വീകരിച്ച് പ്രൊട്ടക്ഷൻ എടുത്തുകൊണ്ടത് മാറുകയാണ്. ഇത് തന്നെ ഈ കാഴ്ചപ്പാട് എൻ്റെ ആത്മീയ മനുഷ്യനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് ഒരിക്കലും പാപത്തിൽ പതികത്തില്ല. നമ്മുടെ ആത്മാവ് ഒരിക്കലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തുകയുമില്ല. ഈ കാഴ്ച മങ്ങുന്നിടത്താണ് പ്രിയപ്പെട്ട ദൈവജനമേ ശുദ്ധീകരണ സ്ഥലത്തിലെ കാലയളവ് നമുക്ക് കൂടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴെല്ലാം ഈ ആത്മീയ നേത്രങ്ങളുടെ കാഴ്ച മങ്ങുന്നുവോ, ആത്മീയതയിൽ ഇതെനിക്ക് ശരിയല്ല, ഇതെൻ്റെ ജീവിതത്തിനെതിരാണ് എന്ന് തോന്നുന്ന എന്നൊരു ബോധ്യം എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നത് എന്ന് ബ്ലോക്കാകുന്നുവോ, എൻ്റെ കാലശേഷം എൻ്റെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് കാലം കഴിച്ചുകൂട്ടേണ്ടി വരും. ഇത് ദൈവം അനുവദിച്ചതാണ്. അപ്പോൾ ഞാനെന്ത് വേണം? സ്പിരിച്വലി എൻ്റെ കണ്ണുകളെ ഞാൻ വിശുദ്ധീകരിക്കണം. എൻ്റെ ആത്മീയ നിയന്ത്രണങ്ങളെ സ്പിരിച്വലി ഞാൻ വിശുദ്ധീകരിച്ച് ദൈവം കൽപ്പിച്ചനുവദിച്ച നന്മതിന്മകളെ കാണാനുള്ളൊരു തുറവി നമ്മുടെ കണ്ണുകൾക്ക് നേടിയെടുക്കണം. ദൈവം കൽപ്പിച്ചനുവദിച്ച നന്മതിന്മകളെ കാണാനുള്ള തുറവി. ഉൽപ്പത്തിയിൽ ആദത്തിന് ദൈവം കൊടുത്ത തുറവി, ആദത്തിൽ നിന്ന് ഹവ്വ സ്വീകരിച്ച തുറവി. ഇത് ആദി മാതാപിതാക്കളിലേക്ക് പകരപ്പെട്ടത് നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്, നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഈ തുറവിയെ കാണാനുള്ള ആ ഒരു അഭിഷേകം നമ്മുടെ കണ്ണുകൾക്ക്, ആത്മീയ നേത്രങ്ങൾക്ക് പോകുന്നത് എപ്പോഴാണെന്നറിയോ? എല്ലാം
ഓക്കെ ആകാൻ നമ്മൾ പരിശ്രമിക്കുന്നിടത്ത സഹനങ്ങളൊന്നും പാടില്ല. എല്ലാ സഹനങ്ങളും മാറിപ്പോകണം. ഈ സഹനത്തിന് ഇത്രയും ടൈം ലിമിറ്റ് ദൈവം അനുവദിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാത്തിനും ദൈവത്തോട് നമ്മൾ കംപ്ലൈൻറ്റുകൾ മാത്രം അവതരിപ്പിക്കും. ഈ ദൈവം അനുവദിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ആ ഒരു സ്പിരിച്വൽ റാങ്കിൽ നിന്നുകൊണ്ട് നമുക്ക് നേരിടാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ആത്മീയതയിൽ നമ്മൾക്കില്ലാത്ത ഒരു മെച്യൂരിറ്റി. അതാണ് അതിൻ്റെ വിഷയം. നമ്മളിലൊരു സ്പിരിച്വൽ മെച്യൂരിറ്റി ഇല്ല പ്രിയപ്പെട്ടവരെ. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും നിഴലിച്ച് കാണാൻ പറ്റും. പലരും വരുമ്പോൾ അവർ പറയുന്ന ഇൻറ്റൻഷൻ കേൾക്കുമ്പോൾ അവരെത്രത്തോളം സ്പിരിച്വലി മെച്യൂർഡ് ആണെന്നുള്ളത് അവരെ നമുക്ക് അളക്കാൻ പറ്റും. നിങ്ങളുടെ മുന്നിൽ വരുന്നവരും എൻ്റെ മുന്നിൽ വരുന്നവരെയും അവർ പറയുന്ന ഇൻറ്റൻഷൻസ് കേൾക്കുമ്പോൾ സ്പിരിച്വലി ഇത് എത്ര പ്രായത്തിലെത്തി. ഒരു 60 വയസ്സുള്ളൊരു സ്ത്രീ വന്നിട്ട് പറയുന്ന ഇൻറ്റൻഷൻ ഒരു 10 വയസ്സുകാരൻ പറയുന്ന അതേ പേടിയോടും അതേ ഭയത്തോടും അതേ ഒരു ആ ഒരു രീതിയിലാണ് ഇപ്പം കിട്ടണം. ഒരു 10 വയസ്സുകാരൻ്റെ മനോഭാവമാണ് ഇൻറ്റൻഷൻ സമർപ്പിക്കുന്നതെങ്കിൽ ആ സ്ത്രീ പ്രായം കൊണ്ടേ 60-ലെത്തിയിട്ടുള്ളൂ. ആത്മാവ് 60-ലെത്തിയിട്ടില്ല. ആത്മാവ് ഇപ്പോഴും 10 നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന ഈ സ്ത്രീയെ സംബന്ധിച്ച് ഈ 10 വയസ്സിൽ മരിച്ചാൽ മീൻസ് ഈ 60 എത്തിയിരിക്കുന്ന ഫിസിക്കലി 60 എത്തിയിരിക്കുന്ന ഈ സ്ത്രീ പ്രാർത്ഥനയിൽ 10 എത്തിയിട്ടുള്ളൂ. 10 ഈ സ്ത്രീ മരിച്ചു. ദൈവം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ദൈവം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിൻ്റെ ബോഡി ഏജ് വെച്ചിട്ടല്ല നിൻ്റെ മരണത്തിൻ്റെ ടൈം കർത്താവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിൻ്റെ സ്പിരിച്വൽ ഏജ് വെച്ചിട്ടാണ്. സ്പിരിച്വൽ ഏജ് നീ ഇപ്പോഴും മെച്യൂർഡ് അല്ലെങ്കിൽ നിൻ്റെ ആത്മസ്ഥിതിയെക്കുറിച്ച് നിനക്കൊരു ബോധ്യം ഉണ്ടാവണം. സ്പിരിച്വൽ ഏജിനെ കുറിച്ച് ബോധ്യം ഉണ്ടാവണം. തലമുറകളുടെ ധ്യാനം, തലമുറകളുടെ വിശുദ്ധീകരണം നമ്മൾ കൈവരിക്കുമ്പോൾ അവർ കുറേ അധ്വാനിച്ച്, കുറേ അവർ കഷ്ടപ്പെട്ട്, അവർ കുറേ പാടത്തും പറമ്പിലും എല്ലാം അവർ അധ്വാനിച്ച് ജീവിതത്തോട് മല്ലിട്ട് ജയിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെ സംബന്ധിച്ച് അത്രയേറെ അധ്വാനത്തിലേക്ക് നമ്മൾ വരുന്നില്ല. പക്ഷെ നമ്മുടെ ആത്മാവിലും മനസ്സിലും ഒത്തിരി അധ്വാനത്തിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ഉള്ളിൽ ഈ അധ്വാനം ഈ കാലഘട്ടത്തിൽ സാത്താനുമായിട്ട് നമ്മൾ നടത്തുന്നൊരു അധ്വാനമുണ്ട്. അവരുമായിട്ട് നമ്മൾ പാപത്തെ മറുതലിച്ച് പാപത്തെ തോൽപ്പിച്ച് ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ അധ്വാനം നേടിയെടുക്കുക. ഈ നേടിയെടുത്ത അധ്വാനത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതമാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് ധ്യാനം കൂടുന്നവരല്ല. ഒത്തിരി ധ്യാനങ്ങൾ കൂടി ധ്യാനിപ്പിക്കുന്ന എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ധ്യാനങ്ങൾ കൂടി ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഞാൻ അത്രയും ധ്യാനം നടത്തിയിട്ടുണ്ടാവില്ല. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ധ്യാനം കൂടിയിട്ടുണ്ടാകും. പക്ഷേ എന്നിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ സമക്ഷം സമർപ്പിക്കുന്ന ഇൻറ്റൻഷൻ്റെ സ്റ്റാൻഡേർഡ് നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരോടാ ചോദിക്കുന്നത്? എന്താണ് ചോദിക്കുന്നത്? ബോധ്യം ഉണ്ടോ നിങ്ങൾക്ക്? പ്രിയമുള്ള ദൈവജനമേ, അതാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി. നമ്മളിൽ ഇല്ലാത്തതാ. സ്പിരിച്വലി മെച്യൂർഡ് ആയാൽ പ്രിയമുള്ള ദൈവജനമേ, ആത്മാവ് ഫിറ്റാണ്, നമ്മുടെ ആത്മസ്ഥിതി ഫിറ്റാണ്. സ്പിരിച്വലി മെച്യൂർഡ് അല്ലേ, നമ്മളെന്നും ഇതേ ഇൻറ്റൻഷൻ, ഇതേ കാര്യങ്ങൾ ഇത് തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് നേടും. ഇത് കണ്ട് വളരുന്ന നമ്മുടെ മക്കളും നാളെ ഇതേ പ്രാർത്ഥന തന്നെ അവരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മാതാപിതാക്കൾ ഈ ഒരു റൂട്ട് പിടിച്ചാണ് കർത്താവിലേക്ക് എത്തിയത്. സ്പിരിച്വൽ റാങ്കാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ള നമ്മുടെ കാലയളവിനെ കുറയ്ക്കുന്നത്. സ്പിരിച്വൽ റാങ്കാണ്. സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടാവണം. നമുക്ക് ദൈവത്തോട് ചോദിക്കുന്നതിൽ ഒരു നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കരയണോ കരയണ്ടേ, അത് തീരുമാനിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. കരയാനുള്ള കാര്യമുണ്ടോ? ഇത് കരഞ്ഞ് ചോദിക്കേണ്ട ഇൻറ്റൻഷനാണോ? ഇത് ഡിസൈഡ് ചെയ്യുന്നത് എൻ്റെ കണ്ണല്ല, എൻ്റെ ആത്മസ്ഥിതിയാണ്. ഈ ഇൻറ്റൻഷൻ ദൈവത്തോട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച് നേടേണ്ട ഇൻറ്റൻഷനാണോ? ഇത് ഡിസൈഡ് ചെയ്യേണ്ടത് എൻ്റെ ആത്മസ്ഥിതിയാണ്. എൻ്റെ ആത്മസ്ഥിതി ഡിസൈഡ് ചെയ്യാൻ എൻ്റെ ആത്മാവിന് എൻ്റെ ശരീരം പെർമിഷൻ കൊടുക്കണം. എൻ്റെ ശരീരം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം എൻ്റെ ആത്മാവിന് പെർമിഷൻ കൊടുക്കണം. ഒരിക്കലും 2 ജീവിതവും ഒന്നല്ല. ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും രണ്ടും ഒരു ലോകത്തിൻ്റെ തന്നെ 2 എൻഡാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് 2 എൻഡാണ്. നമ്മളിൽ അതിൽ ഒരു എൻഡിലൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കുന്നുള്ളൂ. ഈ വലതുവശത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടതുവശത്ത് ഏതാണോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഭൗതിക ജീവിത മേഖല, സാമ്പത്തികം, ആരോഗ്യം, മക്കളുടെ ഭാവി, നിങ്ങളുടെ സുരക്ഷിതത്വം, ഇതെല്ലാം നിങ്ങൾ ഓക്കെ ആക്കുന്നൊരു എൻഡേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പുറത്തുണ്ട് മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വലിച്ചു കയറ്റുന്ന ഈ ശ്വാസം ദൈവം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഈ ലോകത്തെക്കുറിച്ചുള്ള സകല ആകുലതകളും വിട്ടുമാറി നമ്മുടെ മക്കൾ നമ്മളെ പാക്ക് ചെയ്ത് അയക്കും.
അമ്മ ഇത്രയും നാൾ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അപ്പൻ ഇത്രയും നാൾ ഞങ്ങളെ എന്താ പറയുക, ഞങ്ങൾക്ക് സർവീസ് ചെയ്തു, ഞങ്ങളെ ജനിപ്പിച്ചു, ഞങ്ങളെ ജീവിപ്പിച്ചു, ഞങ്ങളെ വളർത്തി ഇതുവരെ എത്തിച്ചു, ഇനി അപ്പനും അമ്മയും പോയിക്കോ എന്ന് പറഞ്ഞ് അവർ നമ്മളൊരു 6 അടി മണ്ണിലേക്ക് പാക്ക് ചെയ്ത് വിടും. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നാണ് നമ്മളുടെ ആത്മീയ മനുഷ്യൻ്റെ യാത്ര ആരംഭിക്കുന്നത്. നമ്മൾ ഇപ്പം ആരംഭിച്ചില്ലെങ്കിൽ അവിടെ നിന്നേ നമുക്ക് ആരംഭിക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് ദൈവത്തിലേക്കുള്ള ട്രാവൽ ഇതായിരുന്നു എന്ന് നമ്മൾ ആത്മീയ മനുഷ്യൻ ചിന്തിക്കുന്നത്. ആ ചിന്ത ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, മറ്റുള്ളവരെ ഒന്ന് അംഗീകരിക്കാൻ പറ്റും, മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് വിധേയപ്പെടാൻ നമുക്ക് സാധിക്കും. ആ ചിന്ത ഇന്ന് എൻ്റെ ഉള്ളിൽ ഉടലെടുത്താൽ മതി. ആ ചിന്ത ഇന്നെൻ്റെ ഉള്ളിൽ ഉടലെടുത്താൽ മതി. കാരണം ഈ ലോകത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം അധ്വാനിച്ചാലും 6 അടി മണ്ണ് വരെയേ ഉള്ളൂ അതിൻ്റെ ഡിസ്റ്റൻസ്. അതിനപ്പുറത്തേക്കൊരു ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഒന്നും നമുക്കില്ല. എങ്ങനെയെല്ലാം ഓടിയാലും എത്ര കോടി സമ്പാദിച്ചാലും അവിടെ എത്തി, അവിടെ തീർന്നു, അവിടെ ഒടുങ്ങുക, നമ്മൾ അവിടെ തീരുക. പ്രിയമുള്ള ദൈവജനമേ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന യാത്രയുണ്ട്. അതിലാണ് നിത്യജീവൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താനായിട്ട് നമ്മുടെ ആത്മാവ് ഒരുങ്ങുന്നൊരു ട്രാവല്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ കാണണം. ഞാനവിടെ CCയിൽ പോയപ്പോൾ വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ ബോഡി ഇങ്ങനെ കാണുക, വഴുകാതെ ഇങ്ങനെ ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പറയുന്ന വിശുദ്ധനെന്ന് വിളിക്കാൻ തോന്നുന്നില്ല, എടാ പോടാന്ന് വിളിക്കാൻ, അങ്ങനെ പോലും വിളിക്കാൻ, അത്രയും ചെറുപ്പമായിട്ടുള്ളൊരു പയ്യൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. അത് ആ ശരീരത്തിൽ കാണുന്ന ഒരു തേജസ്സുണ്ട് പ്രിയപ്പെട്ടവർ. അവിടെ ചെന്നിട്ട് ഈ വിശുദ്ധൻ്റെ എല്ലാവരും ഇങ്ങനെ തൊട്ടുമുത്തി ഇങ്ങനെ പോവുക. പക്ഷേ അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോലും തോന്നിയില്ല. അവിടെ ഇരിക്കുക. അവിടെ ഇരുന്ന് വിശുദ്ധനെ നോക്കി ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാ കരയുന്നതെന്ന് അറിയില്ല. നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. 15 വയസ്സിൽ അദ്ദേഹം അൾത്താരയിലെത്തിയില്ലേ? 15 വയസ്സിൽ ഈ വ്യക്തി ഓടിയത് അൾത്താരയിലെത്താനല്ലേ? അൾത്താരയിലേക്കല്ലേ ആ ഓട്ടം ഓടി അവസാനിച്ചത്? നമ്മൾ ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞപ്പോഴും ഓടി എത്തി നിൽക്കുന്ന തലം നോക്കിയപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു കുറ്റബോധമായിട്ട് മനസ്സിലേക്ക് കടന്നു വരിക. ഈശോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സെർച്ച് ഹിസ്റ്ററി ഗൂഗിളിലെടുത്ത് നോക്കിയാൽ പരിശുദ്ധ കുർബാന എന്നല്ലാതെ മറ്റൊരു ഹിസ്റ്ററി അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയിലില്ല. സെർച്ച് എഞ്ചിൻ മറ്റൊരു രീതിയിൽ സെർച്ച് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ആ കുർബാനയോട് അദ്ദേഹം ജീവിതത്തിൽ കൊടുത്ത വില അനുസരിച്ച് കുർബാനയോട് ചേർന്ന് അൾത്താരയിൽ തന്നെ സഭ സ്ഥാപിച്ചില്ലേ ആ വിശുദ്ധനെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റാരും ഇല്ല എന്നല്ല, പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇത്രയേറെ പാപം പെരുകി നിൽക്കുന്ന, ഇത്രയേറെ പാപ സാഹചര്യങ്ങൾ ഇത്രയേറെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ഏജിൽ ഈ ഒരു വ്യക്തി അൾത്താരയിൽ എത്തി നിൽക്കണമെങ്കിൽ ആത്മീയ മനുഷ്യൻ്റെ ഏജ് എത്രയാ? വിശുദ്ധ കാർലോ അക്യൂറ്റസിൻ്റെ ആത്മീയ മനുഷ്യൻ്റെ ഏജ്, ആ റാങ്ക് എത്ര എത്തിയിട്ടുണ്ടാകും? 100-ന് മുകളിൽ എത്തിയിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോഴും 15-ൻ്റെ ആ ഒരു ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുട്ടിത്വത്തിലാണ് നമ്മളുടെ ആത്മീയ മനുഷ്യൻ നിൽക്കുന്നത്. ഇത് തെറ്റാ. ദൈവത്തിൻ്റെ മുൻപിൽ നമുക്കൊരു സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടാവണം. ഇതാണ് ഓരോ ധ്യാനത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ നിങ്ങൾ കുറേ ഇൻറ്റൻഷൻ കൊണ്ടൊന്ന് കൊട്ടിയിടാനുള്ള വേസ്റ്റ് ബിൻ അല്ല ഒരു ധ്യാനവും ധ്യാന കേന്ദ്രങ്ങളും. നിങ്ങളെ മെച്ചുവേർഡാക്കുക സ്പിരിച്വലി. അതിനപ്പുറത്തേക്കൊരു ധ്യാന കേന്ദ്രത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ല നമ്മൾ തമ്മിൽ. അത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾ ഈ ലോകം ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ലോകത്തിലേക്ക് ദൈവം നിങ്ങൾക്ക് കൽപ്പിച്ചനുവദിച്ച ഈ ജീവിതത്തിൽ കർത്താവ് നിങ്ങളോട് തന്നിരിക്കുന്ന ടാർഗറ്റ് എന്താണോ അത് ആ ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം അത്രയേ ഉള്ളൂ. അതിൽ നന്മകളും തിന്മകളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിരാശകളും എല്ലാം ദൈവം വെച്ച് തരുന്നൊരു ബോണസാണ്. കാരണം ഇതിലെല്ലാം പ്രാർത്ഥനയുടെ ഒരു മറുവശമുണ്ട് എന്ന് ദൈവം നമുക്ക് കാണിച്ചു തരിക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളിലെല്ലാം പ്രാർത്ഥനയുടെ ഒരു മറുവശമുണ്ട്. എല്ലാത്തിലും നിന്ന് ഒരു പ്രാർത്ഥന സ്വീകരിക്കാൻ ദൈവത്തിന് സാധിക്കും. ആമേൻ. വലതുകരമുയർത്തി ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യം. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. ഭൗതികമായിട്ടുള്ളതെല്ലാം നശിപ്പിക്കുവിൻ എന്നാണ് ശ്ലീഹ
ഉദ്ബോധിപ്പിക്കുന്നത്. ഭൗതികമായിട്ടുള്ളതെല്ലാം നശിപ്പിക്കുവിൻ. ഈ ഭൗതികമായിട്ടുള്ളതിൻ്റെ പേരുകൾ സ്ലീഹ അവിടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭൗമികമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതും. ഭൂമിയിൽ നിന്ന് നേടിയെടുത്തതാണ് ഭൗമികമായിട്ടുള്ളത്, ദൈവത്താൽ നൽകപ്പെട്ടതല്ല. ദൈവത്താൽ നൽകപ്പെടാതെ എൻ്റെ തന്നെ സൃഷ്ടിയായി ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ സൃഷ്ടിയുണ്ട്. ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ എന്നിൽ സൃഷ്ടിച്ച ചില ദുർവാസനകളും ദുർഗുണങ്ങളും നമ്മിലുണ്ട്. അത് നമ്മുടെ തലമുറകളിലൂടെ നമ്മളിലേക്ക് പകരപ്പെട്ട ചില ശീലങ്ങൾ, സ്വഭാവങ്ങൾ, ഇതെല്ലാം നമ്മളിലുള്ളതുപോലെ തന്നെ തലമുറകളിൽ നിന്ന് നമ്മളിലേക്ക് പകരപ്പെട്ട പ്രാർത്ഥന ചൈതന്യവും നമ്മളിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് കുറയുന്നുവോ, പ്രിയമുള്ളവരെ, ഭയം ചാർജ് എടുക്കും. എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ കുറയുന്നുവോ ഭയം ചാർജ് എടുക്കും. ഈ ഭയമാണ് പല ധ്യാനങ്ങൾ കൂടുന്നതിൻ്റെയും മൂലകാരണം. ധ്യാനങ്ങൾ കൂടാനുള്ള കാരണം ഒരു പരിധിവരെ ഭയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഭയത്തിന് ധ്യാനത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് നിങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയം ദൈവത്താൽ സ്ഥാപിതമാണ് എന്ന് നമ്മൾ പറയരുത്. ഭയം ദൈവം സ്ഥാപിച്ചതാണ്. കാരണം നീ ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തണമെങ്കിൽ ഭയം വേണം, അതുകൊണ്ട് ദൈവം ഭയം സ്ഥാപിച്ചു എന്ന് പറയരുത്. ദൈവഭയം മാത്രമേ ദൈവം നമ്മൾ കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ലോകത്തെ ധൈര്യപൂർവ്വം നേരിടാൻ പറഞ്ഞവനാണ് ക്രിസ്തു. കാരണം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ്. ഇത് ഒരാളോട് മത്സരിച്ച് അടിപിടിച്ച് നേടിയെടുക്കുന്നതല്ല, ക്ഷമിച്ചും സഹിച്ചും നേടിയെടുക്കുന്ന ഒരു ധീരതയുണ്ട് പ്രിയപ്പെട്ടവരെ. ക്ഷമിച്ചും സഹിച്ചും നേടിയെടുക്കുന്ന നമ്മുടെ മണവാളനായ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ കാണിച്ചു തന്നൊരു വഴിയുണ്ട് നമുക്ക്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന സഹനങ്ങളിൽ അതിനോട് മറുതലിച്ച് ആക്രോശിച്ച് ദേഷ്യപ്പെട്ട് നമുക്കൊരാളോട് പകരം വീട്ടി ഒക്കെ ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഭൗമികതയിലാണ്. യേശു കുരിശിൽ കാണിച്ചു തന്നത് ആത്മീയ മനുഷ്യൻ്റെ വിജയത്തെ ക്രിസ്തു കാണിച്ചു തന്നാണ്. അത്രത്തോളം സഹിച്ചിട്ടും താടിമീശ പറിച്ചിട്ടും ഈശോ കാണിച്ചു തന്ന ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയുണ്ട്. അവിടെ കർത്താവ് മിണ്ടുന്നില്ല, ഉരിയാടുന്നില്ല, സകലതും ഏറ്റെടുത്ത് സഹിക്കുന്നുണ്ട്. അവൻ്റെ ശരീരത്തിൽ ഒരു ഇടം പോലുമില്ല മുറിവേൽക്കാത്തിട്ട്. എന്നിട്ടും ആ ഈശോ കുരിശിൽ യാഗമായപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ ഈശോയെ നമ്മൾ കുരിശിൽ കിടത്തിയില്ല, കുരിശിൽ 3 അണിയിൽ തൂക്കിയിട്ടിരിക്കുക. നമ്മൾ ഈശോയെ ഒരു ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ നമ്മൾ പറയും കർത്താവിൻ്റെ മരണം കട്ടിലെന്ന് പറയും. കുരിശൊരിക്കലും ക്രിസ്തുവിനെ സംബന്ധിച്ച് കട്ടിലല്ല. കാരണം കട്ടിലാണെങ്കിൽ അതിൽ കിടക്കാനൊരു സാധ്യതയുണ്ട്. ക്രിസ്തുവിനെ സംബന്ധിച്ച് കുരിശിൽ അവൻ കിടന്നിട്ടില്ല, കുരിശിലെ ആണിയിൽ അവന് തൂക്കിയിട്ടിരിക്കുക. അവിടെ പോലും കുരിശിൽ പോലും ക്രിസ്തുവിന് സഹനത്തിന് കുറവ് വന്നിട്ടില്ല. കുരിശെന്ന് പറയുന്നത് സഹനത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ അവസ്ഥയാണെങ്കിൽ യേശുവിനെ സംബന്ധിച്ച് ആ കുരിശിൽ കിടക്കാൻ പോലും മനുഷ്യൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അവിടെയും ഈശോയെ ആണിയിലാണ് ഹോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. ആണിയിൽ കുരിശുമായിട്ട് അവനെ ബന്ധിപ്പിച്ചത് ആണി കൊണ്ടാണ്. നമ്മൾ ചിന്തിക്കണം, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പൻ തീരുമാനമെടുത്തു, പുത്രൻ അനുസരിച്ചു, ലോകം രക്ഷ കൈവരിച്ചു. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ 3 തലങ്ങളിൽ ഏറ്റവും രക്ഷാകരമായ ഒരു പാർട്ടിസിപ്പേഷൻ നടത്തിയവളാണ് പരിശുദ്ധ മറിയം എന്ന് പറയുന്ന നിത്യകന്യക, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ കന്യക. ഇവളാണ് ഈ കുരിശിൽ ഈ 3 ആണിയിൽ കിടക്കാൻ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഈ 3 അണിയിൽ കിടക്കാൻ നമ്മളെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന ഘടകം പരിശുദ്ധ മറിയമാണ്. അമ്മ വഴി സഹനങ്ങളെ നേരിടാൻ പഠിച്ചാൽ പ്രിയപ്പെട്ട ദൈവജനമേ, കുരിശിലേക്ക് നോക്കുമ്പോൾ കുരിശിൽ കിടക്കില്ല നമ്മൾ, മറിച്ച് കുരിശിലും ആണിയടിച്ച് തൂക്കിയിട്ട് വരും. നമ്മൾ പറയില്ലേ, നമ്മൾ കുരിശ് ചുമക്കുക, ഈ കുരിശ് ഞാൻ ചുമക്കാനാണ് എൻ്റെ വിധി എന്നൊക്കെ പറയില്ലേ. ഒന്നുമല്ല, കുരിശ് ചുമക്കാൻ ഈശോയ്ക്കേ പറ്റുള്ളൂ, മറ്റാർക്കും പറ്റില്ല. 12 ശിഷ്യന്മാർക്ക് പോലും പറ്റിയില്ല. കിറേനക്കാരൻ വന്ന് കർത്താവിൻ്റെ കുരിശ് ചുമക്കുമ്പോൾ യോഗ്യതയല്ല മാനദണ്ഡമായിട്ട് അവിടെ എടുത്തത്. യോഗ്യര് 12 പേരുണ്ട്, അത് കണ്ടില്ല കർത്താവ് യോഗ്യരായിട്ട്. എന്തുകൊണ്ടാണ്? കുരിശ് ചുമക്കാനുള്ള യോഗ്യത ക്രിസ്തു തരുന്ന യോഗ്യതയാണ്. ഇതിൻ്റെ പേരാണ് സഹനത്തിൻ്റെ കുരിശ്. ഈ സഹനത്തിൻ്റെ കുരിശാണ് പാപത്തെ ഉപേക്ഷിക്കാൻ നമ്മളെടുക്കുന്ന ചില ഡിസിഷൻസ്.
അപ്പോൾ തലമുറ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ കഴിഞ്ഞ തലമുറ ഓൾറെഡി അവർ വിശുദ്ധീകരിക്കപ്പെട്ടോ പെടാതെയോ മരിച്ചു കടന്നുപോയി. പക്ഷേ ഈ ജനറേഷൻ, ഞാനും നിങ്ങളും ആകുന്ന ഈ തലമുറ വിശുദ്ധീകരിക്കപ്പെട്ടാൽ മെച്ചം നമ്മുടെ അടുത്ത തലമുറയ്ക്ക്. അവർക്ക് പൂർവിക ശാപത്തിൻ്റെ കെട്ട് വരാതിരിക്കാൻ ഈ തലമുറ വിചാരിച്ചാൽ നടക്കും. അപ്പോൾ തലമുറ വിശുദ്ധീകരണ ധ്യാനം എത്തി നിൽക്കുന്നത് നമ്മളിൽ തന്നെ പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആവശ്യമാണ്, സ്വർഗത്തിൻ്റെ ഹിതമാണ്. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. വിശ കാർലോ അക്വീറ്റസ് മരിച്ചു കിടക്കുമ്പോൾ അവിടെ ഒരു പുരോഹിതൻ പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മിക്കവാറും വരും മകനെ കാണാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ മാതാപിതാക്കൾ മകനെ കാണാൻ എവിടെ ഓടണം? ഈശോയെ അന്വേഷിച്ച് യേശുവിൻ്റെ മാതാപിതാക്കൾ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയതുപോലെ വിശുദ്ധൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് അവൻ്റെ ഭൗതിക ശരീരം ഇന്നും അതുപോലെ അഴുകാതെ കർത്താവ് സൂക്ഷിക്കുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഒരേ സമയം സ്വർഗത്തിലും ഭൂമിയിലും മകനെ കാണാൻ സ്വർഗം പെർമിഷൻ കൊടുത്തില്ലേ? ഇതിൻ്റെ പേരാണ് പ്രിയപ്പെട്ട ദൈവജനമേ സഹനം, സാക്രിഫൈസ് എന്ന് പറയുന്നത്. ഇവിടെ സഹനത്തെ സ്വീകരിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ, ഒന്ന് വിസ കാർലോയാണെങ്കിൽ രണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ്. ഇത്രയേറെ വിശുദ്ധ നാടുകൾ സന്ദർശിച്ചതിൽ ഇത്രയേറെ ഒത്തിരി തിരുശേഷിപ്പുകളും മറ്റും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടതൊക്കെ ആയിട്ടുള്ള എല്ലാം കണ്ടെങ്കിലും ഇതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഇത് തന്നെയാണ്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ പാപത്തിൻ്റെ സാഹചര്യത്തിന് നടുവിലാണ് ഈ ചെളിക്കകത്ത് താമര വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ ഈ ചെളിക്കുണ്ടിൽ നിന്ന് ഒരു വിശുദ്ധിയെ നേടിയെടുക്കാം എന്ന് പഠിപ്പിച്ച വിസ കാർലോയെ നമുക്ക് സഭ തന്നത്. ആലോചിച്ച് നോക്കണം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതുപോലെ പല പാപ സാഹചര്യത്തിലും നമുക്ക് നേരിടാൻ ദൈവം അവസരം തന്നപ്പോൾ വീണ് അതിൽ ഉരുണ്ട് പെരണ്ട് കർത്താവെ ഒന്ന് കഴുകിത്താ എന്ന് പ്രാർത്ഥിക്കാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പ്രിയമുള്ള ദൈവജനമേ, ഇതുപോലെ സാധാരണ ഒരു അപ്പൻ്റെ അമ്മയുടെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അത്രയേറെ വിശ്വാസികളല്ല. എന്നിട്ട് ആ വിശ്വാസത്തിന് നടുവിലും ഈ കാലഘട്ടത്തിൻ്റെ അരൂപിക്ക് നടുവിലും വിശുദ്ധനാകാൻ പറ്റും എന്ന് പഠിപ്പിച്ച ഒരു വിശുദ്ധൻ. ചിന്തിച്ചേ നിങ്ങളൊന്ന് ആലോചിച്ചേ. ഒന്ന് ക്ഷമിക്കാൻ നമുക്ക് പറ്റും, ചിലതൊക്കെ ഒന്നും വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് പറ്റും. അതാണ് വിശുദ്ധീകരണം. ഈ വിശുദ്ധീകരണം സാധ്യമാകുന്നിടത്ത് നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഇത്രയേ ഉള്ളൂ ധ്യാനം. ഈ ധ്യാനത്തിൻ്റെ അത്രയേ ഉള്ളൂ കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ വിശുദ്ധീകരണം സാധ്യമാകുന്നിടത്ത് നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹമാണ് സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും പരമശ്രേഷ്ഠമായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ആത്മാവിൻ്റെ റാങ്ക് അപ്ഗ്രേഡ് ചെയ്യണം ദൈവത്തിൻ്റെ മുമ്പിൽ. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കരയുമ്പോൾ ഇത് കരയാനുള്ളതാണോ എന്നുള്ളത് ചോദിക്കണം ഈശോയോട്. നമ്മുടെ ആത്മാവിനോട് തന്നെ നമ്മൾ ചോദിക്കണം, ഈ ഇൻറ്റൻഷൻ ഇത്രയും കരയേണ്ട ആവശ്യമുണ്ടോ? ഈ ഇൻറ്റൻഷൻ ഇത്രയും കരഞ്ഞ് ചോദിക്കേണ്ട ഇൻറ്റൻഷനാണോ? ഈ ഇൻറ്റൻഷൻ എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഇൻറ്റൻഷനാണോ? അങ്ങനെയാണെങ്കിൽ നീ നെഞ്ചു പൊട്ടി കരയണം. ഈ ഇൻറ്റൻഷൻ ഒരുപക്ഷെ നിൻ്റെ ശരീരത്തെ മാത്രമേ ഭരിക്കുന്നുള്ളെങ്കിൽ അത്രയേറെ നെഞ്ചു പൊട്ടി കരയേണ്ട ആവശ്യമില്ല. ആത്മാവ് നഷ്ടപ്പെടുന്ന നിയോഗങ്ങളിൽ കരഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ചില ഇൻറ്റൻഷൻ മാത്രമേ ആത്മാവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻറ്റൻഷൻ നമുക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സാമ്പത്തികമായിട്ട് കണക്ട് ചെയ്തതും കുടുംബമായിട്ട് കണക്ട് ചെയ്തതും ആരോഗ്യവുമായിട്ട് കണക്ട് ചെയ്തതും ജോലിയുമായിട്ട് കണക്ട് ചെയ്തതും ജീവിത സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തതുമായിട്ടുള്ള ഇൻറ്റൻഷൻസിലൊന്നും ദൈവീകതയില്ല. അതൊന്നും ദൈവം സ്ഥാപിച്ച സഹനങ്ങൾ അല്ല. ഹല്ലേലൂയ. ദൈവം സ്ഥാപിച്ച സഹനങ്ങളാണെങ്കിൽ അതിന് നമ്മുടെ ആത്മാവുമായി ഒരു കണക്ഷൻ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സ്ഥാപിച്ചതും നമ്മുടെ പാപത്തിൻ്റെ ഫലമായിട്ട് വന്നതും തിരിച്ചറിയാനുള്ളതാണ്. ദൈവം സ്ഥാപിച്ചതാണെങ്കിൽ നമ്മുടെ ആത്മസ്ഥിതിയുമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ടാവും. കാരണം അതിൽ ഞാൻ വീണുപോയാൽ എൻ്റെ ആത്മാവ് കെട്ടുപോകും എന്നൊരു ബോധ്യം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സഹനം ദൈവം സ്ഥാപിച്ചതാണ്. പാപത്തിൽ നിന്ന് ദൈവം ആരെയും സഹനത്തിലേക്ക് വിടില്ല. പാപത്തിലൂടെയുള്ള സഹനം ദൈവഹിതമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പാപങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, ചില കെടുതികളിൽ നമ്മൾ പെട്ട് നമ്മൾ പറയും ദൈവം എനിക്ക് സഹനം തന്നു. ഒരിക്കലുമല്ല. പാപത്തിലൂടെ ദൈവം ആരെയും പരീക്ഷിക്കുകയോ സഹിക്കാൻ വിട്ടുകൊടുക്കുകയോ ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ പ്രത്യേകത അതിന് ക്വാളിറ്റി ഉണ്ട്.
അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ, നമുക്കതൊരു മെഷർ ചെയ്യാൻ പറ്റാത്തൊരു ക്വാളിറ്റി ദൈവം അതിന് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിനെ മെഷർ ചെയ്യാൻ നോക്കിയാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് സാധ്യതയില്ല, അതിനൊരു സാധ്യതയില്ല. കാരണം എന്ന് പറയും ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്, കർത്താവിൻ്റെ ആ ഒരു ലെവലിനെ നമ്മൾ ചിന്തിക്കുക. ആ ദൈവം എന്നെ സൃഷ്ടിച്ചു, എന്നെ പരിപാലിച്ചു, ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് പെർമിഷൻ തന്നു. അതാണ് ദൈവം മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത്, ഈ ലോകത്ത് ജീവിക്കാനുള്ള പെർമിഷൻ. ഈ പെർമിഷൻ ദൈവം നമുക്ക് തന്നപ്പോൾ നമ്മൾ സൃഷ്ടിച്ച കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഭൗമികമായിട്ടുള്ളതെല്ലാം അസാൻമാർഗികത, അശുദ്ധി, മനക്ഷോഭം, ആദ്യത്തെ 3 നിങ്ങളൊന്നെടുത്തേ. അസാൻമാർഗികത, അശുദ്ധി, മനക്ഷോഭം. ഇത് 3 നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ്. ഇത് 3 നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഫോം ചെയ്തതാണ്. കാണുന്നില്ല, ഇതിനെ നമ്മൾ കാണുന്നില്ല. ഇത് നമ്മളിലുള്ള സ്വഭാവത്തിൻ്റെ ഘടകമാണ്. നമുക്കിതിനെ കാണാൻ പറ്റില്ല. എൻ്റെ ശരീരത്തിൽ എനിക്ക് കാണാൻ പറ്റാത്തത് എന്താ? എന്നാൽ എൻ്റെ ശരീരത്തിൽ ഞാൻ നിത്യവും കീപ്പ് ചെയ്യുന്നത് എന്താണ്? ഓക്സിജനാണ്. ഈ ഓക്സിജൻ മാത്രമേ എൻ്റെ ശരീരത്തിൽ എനിക്ക് കാണാൻ പറ്റാതായിട്ടുള്ളതുള്ളൂ. ബാക്കിയുള്ളത് ഇൻറ്റേർണൽ ഓർഗൻസ് ആണെങ്കിൽ പോലും എന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഇതെല്ലാം എനിക്ക് കാണാം. പക്ഷെ ഞാൻ എടുക്കുന്ന ഓക്സിജൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിലാണ് എൻ്റെ ശരീരം നിൽക്കുന്നത്. ഇങ്ങനെ കാണാൻ പറ്റാത്തതും എന്നാൽ എൻ്റെ ജീവൻ നിലനിർത്തുന്നതുമായിട്ടുള്ള ഘടകമുണ്ടല്ലോ, ഇതും ആത്മാവുമായിട്ട് കണക്റ്റഡാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് കാണാൻ പറ്റാത്തതും എന്നാൽ എൻ്റെ ജീവൻ നിലനിർത്താൻ അത്യന്താപേക്ഷിതവുമായിട്ട് എൻ്റെ ശരീരം സ്വീകരിക്കുന്നതും എൻ്റെ ശരീരത്തിൽ നിലകൊള്ളുന്നതും എന്തെല്ലാമുണ്ടോ, ഇത് ആത്മാവുമായിട്ട് കണക്റ്റഡാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ എനിക്ക് കാണാൻ പറ്റാത്തതും എൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ഘടകമുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ വായിക്കുന്നത്. അശുദ്ധി, അസാൻമാർഗികത, മനക്ഷോഭം. ഇതിനെനിക്ക് കാണാൻ പറ്റില്ല. ഇത് പ്രവൃത്തിയിലെത്തിയാലേ ഇതിൻ്റെ കാരണത്തെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇത് പൈശാചികവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 3 ഘടകം, ബാക്കിയുള്ളത് വരുന്നേ ഉള്ളൂ. ആദ്യത്തെ ഈ 3 എടുത്താൽ ഇതൊരു ഒബ്ജക്റ്റായിട്ട് എനിക്കിതിനെ കാണാൻ പറ്റുന്നില്ല. ഇതൊരു സ്പെക്സാണ്, ഇതെനിക്ക് കാണാം. പക്ഷേ ഈ അശുദ്ധി, അസാൻമാർഗികത, മനക്ഷോഭം, ഇത് ഒരു ഫീലിംഗ് ആണ്, എൻ്റെ ഉള്ളിലുള്ളൊരു വികാരമാണ്. ഇതിനെനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇതെനിക്ക് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഘടകമായിട്ട് എന്നിൽ വസിക്കുന്നു. അപ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ജീവശ്വാസത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഈ ലോകത്തിൽ നിന്നുള്ള ചില സ്പിരിറ്റ്, ചില രൂപികൾ എന്നിൽ ശീലമായി സ്വഭാവമായി കിടക്കുന്ന ചില അവസ്ഥകൾ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് എന്നെ നിത്യനാശത്തിലേക്കും നിത്യ രോഗത്തിലേക്കും എന്നെ എത്തിക്കും. ഇത് ഫിസിക്കലി ഞാൻ അനുഭവിച്ചറിയുന്നത് എപ്പോഴാണ്? ഞാൻ ചെയ്യുന്ന പാപത്തിലൂടെ എൻ്റെ ഉള്ളിൽ ഇതുണ്ട് എന്ന് ലോകത്തെ ഞാനിത് അറിയിക്കും. പിന്നീട് രോഗമായിട്ട് മാറുന്നത് ആദ്യം ഇതിൻ്റെ സ്വഭാവമാണ്. സ്വഭാവം പ്രവൃത്തിയിൽ വന്നപ്പോൾ അത് പാപമായി, പ്രകടമായ പാപമായി. പ്രകടമാകുന്നതിന് മുമ്പ് ഇത് മൂലപാപമായിരുന്നു. പ്രകടമായപ്പോൾ ഇത് 10 കൽപ്പനയ്ക്ക് കീഴെ വരുന്ന പാപത്തിൻ്റെ ലിസ്റ്റിൽ വന്നു. ഈ 10 കൽപ്പനയ്ക്ക് കീഴെ വരുന്ന പാപങ്ങളെല്ലാം ഫിസിക്കലിയുള്ള പാപങ്ങളാണ്. ഫിസിക്കലിയുള്ള പാപങ്ങൾ 10 കൽപ്പനയ്ക്ക് കീഴെ വന്നു. ഈ ഫിസിക്കലി അല്ലാത്ത മറ്റൊരു പാപത്തിൻ്റെ തലത്തിലാണ് ഈ പറയുന്ന ലിസ്റ്റ് സ്ലിഹ നമുക്ക് തന്നിരിക്കുന്നത്. ആ ലിസ്റ്റിൽ അസാൻമാർഗികത എന്ന് പറയുന്ന ലിസ്റ്റ് നിങ്ങളെടുത്തേ. എൻ്റെ മാർഗം ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് എപ്പോൾ മാറുന്നുണ്ടോ, പ്രിയപ്പെട്ട ദൈവജനമേ, അതല്ലേ ക്രമം തെറ്റുന്നിടത്തല്ലേ അക്രമമുള്ളൂ. അപ്പോൾ ആ ക്രമം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ക്രമം തെറ്റിച്ചതാരാ? നമ്മൾ തന്നെയാണ്. ക്രമം തെറ്റുന്നിടത്ത് അക്രമം ഉണ്ടെങ്കിൽ അപകടവും പതിയിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളും ബന്ധനങ്ങളും. ഇതനുഭവിച്ച് കടന്നുപോയവരാണ് നമ്മുടെ തലമുറകൾ. അപ്പോൾ ഇതനുഭവിച്ച് കടന്നുപോയ തലമുറയിൽ അവരുടെ ശരീരം കൊണ്ട് അനുഭവിച്ചത് അവർ ക്ലോസ് ചെയ്തു. ആ ചാപ്റ്റർ കർത്താവ് അടച്ചതിന് ശേഷം ഇപ്പോൾ അവരുടെ ആത്മാവ് പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ അവരുടെ ആത്മാവ് പ്രാർത്ഥന ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വരാൻ കാരണം എന്താ? ഈ ഘടകങ്ങൾ അവരിലുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താ? അശുദ്ധിയാണ്. അശുദ്ധി എന്ന് പറയുന്നത് വിശുദ്ധിക്കെതിരാണ്. വിശുദ്ധി എന്ന് പറയുന്നത് സ്വർഗത്താൽ നൽകപ്പെട്ടതാണെങ്കിൽ അതിനെതിരെ ഉള്ളൊരു ഘടകം എന്നിലുണ്ട്. സന്മാർഗ ചിന്ത സ്വർഗത്തിൽ നിന്നാണെങ്കിൽ അസന്മാർഗികത
അതിന് എതിരായിട്ടുള്ളതാണ്. പരിശുദ്ധമ്മ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചപ്പോൾ ഇവിടെ മനക്ഷോഭം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എൻ്റെ ചിത്തം വന്നിട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ദൈവത്തിന് എതിരായിട്ട് സാത്താൻ നിൻ്റെ ഉള്ളിൽ തന്നതും നിൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നിനക്ക് കാണാൻ പറ്റാത്തതും നിൻ്റെ ആത്മാവിനെ നിത്യനരകത്തിലേക്ക് അയക്കാൻ കാര്യപ്രാപ്തി ഉള്ളതുമായിട്ട് നിന്നിൽ കുടികൊള്ളുന്ന പാപത്തിൻ്റെ വാസനകളാണ് ശ്ലീഹ പറയുന്നത് തൂത്തെറിയണം, നമ്മൾ പുറത്താക്കണം. ഇത് പുറത്താക്കിയില്ലെങ്കിലാണ് പിന്നീട് അങ്ങോട്ട് ഇത് പ്രവൃത്തിയിൽ വരും. പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഇത് പാപമായി പ്രിയപ്പെട്ടവരെ. കൊലപാതകം, വ്യഭിചാരം പോലുള്ള പാപങ്ങൾ, വെറുപ്പ് ഉള്ളിൽ സൂക്ഷിക്കുന്ന തരത്തിലുള്ള പാപങ്ങൾ, ആരെ അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മൾ കടന്നില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു അസുഖം, എന്തെങ്കിലും ഒരു പീഡ നമുക്ക് വരുന്നതും നമ്മൾ ബെഡ്രിഡനാകുന്നതും. പിന്നെ നമുക്ക് എങ്ങനെ പാപപരിഹാരം ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഈശോ നമുക്ക് തന്നിരിക്കുന്ന 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താനുള്ള ആരോഗ്യം ദൈവം നമുക്ക് തരുമ്പോൾ അവിടെ അഹങ്കാരമല്ല ഉണ്ടാകേണ്ടത്. അവിടെയാണ് നമ്മൾ എളിമപ്പെട്ട് കർത്താവേ നീ തന്നല്ലോ, നിൻ്റെ കരുണയാൽ നിന്നെ ആരാധിക്കാനുള്ള ആരോഗ്യം നീ എനിക്ക് തന്നല്ലോ, അതുകൊണ്ട് എൻ്റെ പാപങ്ങളെ ഉപേക്ഷിച്ച് ആ അവസ്ഥയിൽ ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ബലം നമ്മുടെ മനസ്സ് കൈവരിക്കുന്നിടത്താണ് പ്രിയമുള്ള ദൈവജനമേ ഇതുപേക്ഷിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇതുപേക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഒരു പാപം നമ്മൾ ചെയ്തു, ഒരു പാപം നമ്മൾ ചെയ്ത് ആ പാപത്തെ ഞാൻ പിന്നീട് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൻ്റെ തോട്ട്സ് എൻ്റെ ഉള്ളിൽ കിടക്കും, പോവില്ല. ഇതിൻ്റെ തോട്ട്സ് എൻ്റെ ഉള്ളിൽ കിടക്കും, അത് എന്നെ വിട്ടു പോകത്തില്ല. കാരണം എന്താ? അതെന്നിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പാപം ശരീരം ഉപേക്ഷിച്ചാലും പാപവാസന മനസ്സ് ഉപേക്ഷിക്കാത്തതാണ് അതിന് കാരണം. പാപത്തെ ശരീരം ഉപേക്ഷിച്ചു, അതാണ് ഞാൻ പറഞ്ഞത്. 10 കൽപ്പന എന്ന് പറയുന്ന പാപത്തേക്കാൾ എന്താ പറയുക, അത് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ആത്മാവിൽ പാപത്തെ ഉപേക്ഷിക്കുന്ന തലം. ആത്മാവിൽ പാപത്തെ ഉപേക്ഷിക്കുന്ന തലം അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. അതാണ് ഏറ്റവും വലിയ കൽപ്പന തന്നെയാണത്. ശരിക്കും കൽപ്പനയാണ്, പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. സ്നേഹത്തോടുകൂടെ ദൈവം അരുളി ചെയ്ത ഒരു ദൈവത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയൊന്നും നമുക്കതിനെ പറയാൻ പറ്റില്ല. അത് കൽപ്പന തന്നെ, ഇറ്റ്സ് ആൻ ഓർഡർ. സോ യു ഹാവ് ടു ഒബേ. നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, അതനുസരിക്കുന്നത് എങ്ങനെയാണ്? ഈസിയല്ല, എളുപ്പമല്ല. കാരണം നമ്മളത് അനുസരിക്കാൻ ശ്രമിക്കുന്നിടത്ത് എതിർവശത്ത് നമുക്ക് പറ്റാത്തൊരു വ്യക്തി വന്ന് നിൽക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നിടത്ത് നമുക്ക് വെറുപ്പ് കൂടുതലുള്ളൊരു വ്യക്തി ആ സമയത്തും നമുക്ക് ഒട്ടും ജീവിതത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. ഇവിടെയൊന്നും ദൈവസ്നേഹം നമ്മളിൽ നിന്ന് പുറപ്പെടില്ല. 2 പറഞ്ഞാലേ ഒരു തൃപ്തി കിട്ടുള്ളൂ. ആ അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മസ്ഥിതി ചെന്ന് നിർത്തും. ഈശോ പറഞ്ഞ ഈ കൽപ്പന പാലിക്കുക എളുപ്പമല്ല, സ്നേഹിക്കുക എളുപ്പമല്ല. നമ്മൾക്ക് 2 പറഞ്ഞാലേ ഒരു തൃപ്തിയുള്ളൂ. എന്തൊരാശ്വാസം എന്ന് പറയാൻ പറ്റണം. അങ്ങനെ പറയണമെങ്കിൽ നമ്മളോട് ദ്രോഹിച്ചൊരാളെ സ്നേഹിക്കുന്നു നമുക്ക് പറഞ്ഞാൽ ആ ഒരു തൃപ്തി കിട്ടത്തില്ല. ഈ തൃപ്തിയാണ് ആത്മാവിൻ്റേത്. ഈ തൃപ്തി അടഞ്ഞവൻ്റെ പേരാണ് ക്രിസ്തു. കാരണം അവൻ കുരിശിൽ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞവനാണ്. കുരിശിലെല്ലാം ഓക്കെ എന്ന് പറഞ്ഞവനാണ് കർത്താവായ ഈശോ മിശിഹ. എലോ ലമാ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? നമ്മൾ ചിന്തിക്കുന്നത് എന്താ? പിതാവായ ദൈവം ഇത്രയും സഹനത്തിന് വിട്ടുകൊടുത്ത് പുത്രനെ ഉപേക്ഷിച്ചു എന്നല്ലേ. പക്ഷേ മരിയ വാൾത്തോർത്തേക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതം, ആ ബുക്കിൽ മരിയ വാൾത്തോർത്ത ഈ രംഗം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അത് ഈശോ ഉദ്ദേശിച്ച, ഈശോൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്നറിയോ? ദൈവമേ, നിൻ്റെ ജനത്തിന് വേണ്ടി ഇതിനേക്കാൾ കൂടുതൽ ഞാൻ സഹിച്ചേനെയല്ലോ, ഇത്ര നേരത്തെ നീ എന്തിനാ എൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നേ? കർത്താവ് ചോദിച്ച രീതി അതാ. എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിക്കുന്നു? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ നീ എന്നെ സ്വീകരിച്ചല്ലോ, നന്ദി. പുത്രൻ പ്രാർത്ഥിച്ചപ്പോഴോ നീ എന്നെ ഉപേക്ഷിച്ചു. പുത്രൻ്റെ ആത്മാവ് പിതാവിൻ്റെ സമക്ഷം എത്തുന്നതിന് മുൻപ് പുത്രൻ പ്രാർത്ഥിച്ചത് എന്താ? നീ എന്നെ ഉപേക്ഷിച്ചു എന്നാണ്. മീൻസ്
ലോകത്തിന് വേണ്ടി സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഇതിനേക്കാൾ അധികമായി. ബട്ട് നീ എന്നെ ഉപേക്ഷിച്ചു, എന്തുകൊണ്ട്? ഇത് ഈശോ ചോദിച്ച രീതി. പക്ഷെ നമ്മളത് കാണുന്നത് എന്താ? പിതാവിൻ്റെ ക്രൂരമായിട്ടുള്ളൊരു മുഖത്തെ പുത്രൻ കാണിച്ചു തന്നു. ഇങ്ങനെയാണ് ആ ഒരു വാക്യത്തെ ലോകം വിലയിരുത്തുന്നത്. തെറ്റാണ്. ഈശോ പറഞ്ഞത് ആ മീനിങ്ങിലല്ല, ആ സെൻസിലല്ല. ആ സെൻസിലെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എതിർവശത്ത് നിൽക്കുന്നതിനെ സ്നേഹിക്കുമ്പോൾ ഒരു തൃപ്തിക്കുറവ് അനുഭവപ്പെടുന്നുണ്ടോ? അതാണ് ആത്മാവിൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കാത്തതിനെ സ്നേഹിക്കുമ്പോൾ ഒരു തൃപ്തിക്കുറവ് ഫീൽ ചെയ്യില്ലേ? അതാണ് സ്പിരിച്വൽ പ്രെയർ. അതാണ് നിങ്ങളുടെ ആത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ. ഇവിടെ ഒത്തിരി ആത്മാക്കൾ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വാ പൊളിച്ചും വാ തുറന്നു പിടിച്ചും കഴുത്ത് പുറകോട്ട് ഒടിച്ചും കഴുത്ത് മുന്നോട്ട് ഒടിച്ചൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ ഒരു തൃപ്തി കണ്ടെത്തുന്നത് ലോകം തരുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പ്രാർത്ഥനയിലാണ്. ലോകം തരുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പ്രാർത്ഥന. ഇതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ അതിന് എന്തു മേന്മയാണുള്ളത്? ശത്രുക്കൾ പോലും ഇത് ചെയ്യുന്നില്ലേ? പാപികൾ പോലും ഇത് ചെയ്യുന്നില്ലേ? ഈശോ പറഞ്ഞ എന്താ? നിങ്ങളെ സ്നേഹിക്കാത്തവരെ നിങ്ങൾ സ്നേഹിക്കണം. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. അവിടെയാണ് പൈശാചിക ശക്തികൾക്ക് മേൽ ക്രിസ്ത്യാനിക്ക് അതോറിറ്റി കിട്ടുകയുള്ളൂ. അവിടെയാണ് ലോകാരൂപിക്ക് മേൽ ക്രിസ്ത്യാനിക്ക് അതോറിറ്റി കിട്ടുകയുള്ളൂ. നമ്മൾ ഈ പൈശാചിക ശക്തികൾ എന്ന് പറയും. അതിനു മേൽ അതോറിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ കുറേ പ്രാർത്ഥിച്ച് ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുന്ന അവസ്ഥയല്ല, മറിച്ച് പറ്റാത്തതെടുക്കുന്നതാണ് പൈശാചിക ശക്തികൾക്ക് മേലുള്ള അതോറിറ്റി. പറ്റാത്തത് ചെയ്യണം. ഇതാണ് പറ്റാത്തത്. എനിക്ക് പറ്റില്ല, ഇത് എന്നെക്കൊണ്ട് പറ്റില്ല. ബി ഫ്രാങ്ക്, എന്നെക്കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും പറഞ്ഞാലൊരു തൃപ്തി കിട്ടുകയുള്ളൂ. അതെനിക്ക് പറ്റില്ല. പക്ഷെ അത് ഞാൻ ചെയ്യുന്നിടത്ത് അവൻ്റെ ഉള്ളിൽ എന്നെ കീഴ്പ്പെടുത്താൻ, എന്നെ താറടിക്കാൻ ശ്രമിക്കുന്ന അരൂപിക്ക് മുകളിലാണ് എൻ്റെ റാങ്ക്, എൻ്റെ സ്പിരിച്വൽ റാങ്ക്. ആ അരൂപിക്ക് മുകളിലെത്തുക മീൻസ് ആ ആത്മാവിന് മേൽ എനിക്ക് അതോറിറ്റി കിട്ടി. ആ ആത്മാവിന് മേൽ, ആ വ്യക്തിയുടെ വോൾ ബോഡിക്കുമേൽ, വോൾ ലൈഫിനുമേൽ എനിക്ക് അതോറിറ്റി കിട്ടുകയാണ്. അവൻ അത്രയും എന്നെ ദ്രോഹിക്കുമ്പോൾ അവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം, അവൻ്റെ ആത്മാവ്, അവനെ ഭരിക്കുന്ന പിശാച്, ഇത്രയും സംഭവങ്ങൾക്കുമേൽ എൻ്റെ ആത്മാവിന് അതോറിറ്റി കിട്ടും. ഇതാണ് പൈശാചിക ശക്തികൾക്ക് മേലുള്ള അധികാരം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൈവരിച്ചാൽ നമ്മുടെ മുന്നിൽ തിന്മയുടെ ശക്തികൾ നിൽക്കില്ല പ്രിയപ്പെട്ടവരെ. അത് ദൂരെ ഓടി മാറും. ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിലല്ല, ഒത്തിരി പ്രാർത്ഥിച്ച് കുറേ ചൊല്ലി അതിൽ 80% ശ്രദ്ധയില്ലാതെ ചെല്ലുന്നതിലല്ല പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതിലല്ല. ദൈവം പറഞ്ഞ പ്രവൃത്തിയിലാണ് പ്രാർത്ഥന ഇരിക്കുന്നത്. ദൈവം പറഞ്ഞ പ്രവൃത്തി, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക, അത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ എടുത്തു നോക്കിയോ, ബൈബിൾ ഒഴികെ, ബൈബിൾ നിൽക്കട്ടെ, ജീവൻ്റെ ഗ്രന്ഥമാണ്, ആത്മാവും ജീവനുമാണ്. ഇതൊഴികെ ബാക്കിയുള്ളതെല്ലാം എഴുതപ്പെട്ട പ്രാർത്ഥനകളാണ്. ബാക്കിയുള്ള എല്ലാ പ്രാർത്ഥനകളും എഴുതപ്പെട്ട, മനുഷ്യനാൽ എഴുതപ്പെട്ട, വെളിപ്പെടുത്തി കൊടുത്തോ അല്ലാതെയോ എഴുതപ്പെട്ട പ്രാർത്ഥനകളാണ്. അതിൽ സാഹചര്യങ്ങളും എഴുത്തുകാരൻ്റെ ഭാവനയും എല്ലാം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കാനുള്ള രീതി അനുസരിച്ച് അതിൽ കുറച്ച് സോഫ്റ്റായിട്ടും കുറച്ച് ഹാർഡായിട്ടും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഭാവനയാൽ പ്രേരിതമാണ്. അപ്പോൾ വെളിപാടിൻ്റെ ഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥം, ഇത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ അത്ഭുതം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഈ ഗ്രന്ഥം, ഈ വെളിപാടിൻ്റെ ഗ്രന്ഥം, പരിശുദ്ധ ബൈബിള്, ഇതൊഴികെ ബാക്കിയുള്ളതെല്ലാം എഴുതപ്പെട്ട പ്രാർത്ഥനകളാണ്. ഇതെത്ര തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്താലും അവിടെ നമ്മുടെ ആത്മസ്ഥിതി അനുസരിച്ച് ആ പ്രാർത്ഥനകൾക്ക് ജീവനുള്ളൂ. അതല്ലെങ്കിൽ ഒരു തരം ഓറൽ എക്സസൈസാണ്. അതിൽ പ്രാർത്ഥന എന്ന് പറയാൻ ഒന്നുമില്ല. അവിടെ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അതിൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതിലൊന്നും കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ. മറിച്ച് ഈശോ പറഞ്ഞ പ്രാർത്ഥന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണം. മത്തായി 5 നമ്മൾ പാലിക്കേണ്ട പ്രാർത്ഥനയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുഴുവനും നമ്മൾ ശീലിക്കേണ്ട പ്രാർത്ഥനയാണ്. അവിടെ 10 കൽപ്പനകളെ കർത്താവ് ഇഴകീറി പരിശോധിച്ച് നമുക്ക് തരുന്നുണ്ട്. 10 കൽപ്പനകളെ ഈശോ പറഞ്ഞു, നിങ്ങളോടുകൂടെ 1 മൈൽ ദൂരം നടക്കാൻ ആവശ്യപ്പെടുന്നവനോട് കൂടെ 2 മൈൽ ദൂരം നടക്കുക. ഇത് കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. ഈശോയുടെ പ്രാർത്ഥനകളെ എല്ലാം ഫിസിക്കലി കാണിച്ചു തരികയാണ്. ഫിസിക്കലി ഈശോ കാണിച്ചു തരിക.
പ്രാർത്ഥനകളെല്ലാം ഫിസിക്കലി കാണിച്ചു തരിക. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണം. ക്ഷമയുടെ പ്രാർത്ഥന ഈശോ പഠിപ്പിക്കുക. വിട്ടുകൊടുക്കലിൻ്റെ പ്രാർത്ഥന, എല്ലാം അംഗീകരിക്കുന്നതിൻ്റെ പ്രാർത്ഥന. ഇങ്ങനെ ഈശോ പഠിപ്പിച്ച ഒന്നും എഴുതി പഠിപ്പിച്ച പ്രാർത്ഥനകളില്ല. കാരണം അവൻ ശിഷ്യരുമായിട്ട് നടപ്പാ. അവൻ ഓരോ ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ച് നടക്കുമ്പോൾ അവനെ കണ്ടുപഠിച്ച ശിഷ്യർ അവനെപ്പോലെ ആയിത്തീർന്നു. പത്രോസിനെ കർത്താവ് സുഖപ്പെടുത്തുന്നതിന് മുൻപ് അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയിട്ടാണ് പത്രോസിനെ വിളിക്കുന്നത്. പത്രോസിൻ്റെ അമ്മായിയമ്മയെ പനി പിടിച്ച അമ്മായിയമ്മയെ സുഖപ്പെടുത്തി. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച വലിയ വലിയ നല്ല റാങ്കിൽ നിൽക്കുന്ന അത്ഭുതങ്ങൾ ഉള്ളപ്പോൾ ഈ ഒരു പനി, ഒരു പാരസിറ്റമോൾ കഴിച്ചാൽ മാറാവുന്ന പനി, ഈ പത്രോസിൻ്റെ അമ്മായിയമ്മയിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റിയത് വലിയ സംഭവം പോലെ സുവിശേഷകർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മായിയമ്മ എന്ന് പറയുന്നത് ഭാര്യയുടെ അമ്മ എന്നുള്ളതിനേക്കാൾ സഭ എന്ന് പറയുന്നൊരു മറുവശം അതിന് പുറകിലുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി മാറാൻ കർത്താവ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു പനിയല്ലേ പ്രിയപ്പെട്ടവരെ? അതിനെപ്പോലും കർത്താവ് അവിടെ ലഘുവായിട്ട് തള്ളിക്കളയുന്നില്ല, അതിനൊരു പൊസിഷൻ കൊടുത്തു. എന്നാൽ ഇതിനേക്കാൾ വലിയ എത്രയോ അത്ഭുതങ്ങൾ രേഖപ്പെടുത്താത്തത് ഉണ്ട് വിശുദ്ധ ബൈബിളിൽ. രേഖപ്പെടുത്താത്ത ഒത്തിരി അത്ഭുതങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഈ പനിയും കൊണ്ട് പത്രോസ് വരുന്നത്. വന്ന വ്യക്തിയെയാണ് നിങ്ങൾ നോക്കേണ്ടത്, സഭയാണ്. പത്രോസ് സഭയുടെ പ്രഥമ പോപ്പാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പിൻഗാമി എന്നോണം ഇന്ന് പരിശുദ്ധ ലിയോ പോപ്പ് ഇപ്പോൾ എത്തി നിൽക്കുക. ഇവിടം വരെ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പിൻഗാമികളിൽ എല്ലാവരിലും ഈ അമ്മായിയമ്മ ഉണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് ഈ അമ്മായിയമ്മ എന്ന് പറയുന്നൊരു പൊസിഷൻ പത്രോസിന് മാത്രം, വേറെ ആരിലേക്കും അത് വരാതിരുന്നേ? ഇത്രയേറെ ശിഷ്യന്മാരുണ്ട്. അവിടെയൊന്നും ഒരു അമ്മായിയമ്മ എന്ന് പറയുന്നൊരു തലത്തെക്കുറിച്ച് 4 സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പത്രോസിലുണ്ട്. കാരണം പത്രോസിനോട് ഈശോ പറഞ്ഞതെല്ലാം സഭയോട് ഈശോ പറഞ്ഞതാണ്, പത്രോസ് ഈശോയോട് പറഞ്ഞതെല്ലാം സഭ ഈശോയോട് പറഞ്ഞതാണ്. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ സഭ ഈശോയോട് പറഞ്ഞ ഒരു പരാതിയിലാണ് ഈ അമ്മായിയമ്മ കടന്നു വരുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനയെ നമുക്ക് കാണാൻ പറ്റണം. അതാണ് സഭ പഠിപ്പിക്കുന്ന പ്രാർത്ഥന. പത്രോസിൻ്റെ നിഴലിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് പത്രോസിൻ്റെ നിഴലാണ്. ഇന്ന് ഇവിടെ ബലിയർപ്പിക്കുന്ന പുരോഹിതർ വരെ നിൽക്കുന്ന നിഴൽ പത്രോസിൻ്റെ നിഴലാണ്. ഈ നിഴലേറ്റ് സൗഖ്യം പ്രാപിക്കാൻ വഴിയരികിലേക്ക് കിടത്തി. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് നിഴൽ ഓരോ പുരോഹിതരും ഓരോ പിതാക്കന്മാരും എല്ലാം പത്രോസിൻ്റെ നിഴലാണ്. നിഴലേറ്റെന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് സ്വീകരിക്കുന്ന സൗഖ്യങ്ങളാണ്. സഭയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന സൗഖ്യം നേരിട്ട് സ്വർഗത്തിൽ നിന്നല്ല. സൗഖ്യങ്ങളെല്ലാം നിഴലിൽ നിന്നാണ് ഇന്ന് സഭ സൗഖ്യങ്ങളെ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രവൃത്തിയുടെ പ്രാർത്ഥനയാണത്. രക്തസ്രാവക്കാരി ഒരു പ്രവൃത്തിയുടെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചു. പുറകെ നടന്ന് കാല് പിടിച്ചില്ല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ അവൾ സ്പർശിച്ചു. അവൾ പ്രാർത്ഥിച്ചില്ല, സൗഖ്യം തരുമെന്ന് വിളിച്ച് കരഞ്ഞ് വീക്ഷിച്ചില്ല. അവൾ പ്രവൃത്തിയുടെ പ്രാർത്ഥന, സഖ്യവൂസ് പഠിപ്പിച്ച പ്രവൃത്തിയുടെ പ്രാർത്ഥന. 4 പേര് കൂടെ ഒരു തളർവാദ രോഗിയെ മേൽക്കൂര പൊളിച്ച് താഴെ ഇറക്കി. പ്രവൃത്തിയുടെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെയെല്ലാം അബ്രഹാം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കോ, അബ്രഹാമും പ്രവൃത്തിയുടെ ഒരു പ്രാർത്ഥന കാണിച്ചു തന്നു. ഏകപുത്രനെ ബലി കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയത് പ്രാർത്ഥിച്ചിട്ടല്ല, പ്രവൃത്തിയാണ് കാണിച്ചു കൊടുത്തത്. ദൈവത്തിന് വിട്ടുകൊടുക്കാനുള്ളത് പ്രവൃത്തിയിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ശീലിച്ച വ്യക്തിയെ സംബന്ധിച്ച് കുറേ സംസാരിച്ചുള്ള പ്രാർത്ഥനയേക്കാൾ ഈ പ്രാർത്ഥനകൾക്ക് ഡെപ്തുണ്ട്, ആഴമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. രണ്ടാമത്തേത് 3 കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു. ഇനി 2 കാര്യങ്ങൾ ദുർവിചാരങ്ങൾ. 5ാമത്തെ കാര്യം വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. ഇതെല്ലാം നശിപ്പിക്കാനാണ് ശ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നത്. ഇതെല്ലാം നശിപ്പിക്കണം. ദുർവിചാരം, അപ്പോൾ എൻ്റെ വിചാരങ്ങൾ എന്താ? സ്വർഗം കാണുന്ന, സ്വർഗം സ്വീകരിക്കുന്ന എൻ്റെ വിചാരങ്ങൾ, അതിനെ ദൈവം പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കാനിരിക്കുന്നതാണ് എൻ്റെ വിചാരങ്ങൾ. അവിടെയാണ് ദുർവിചാരം, എൻ്റെ വിചാരങ്ങളിൽ പാപം കടത്തിവിടുന്ന സാത്താൻ്റെ ഒരു ഘടകത്തെ നമുക്കവിടെ കാണാൻ പറ്റുന്നത്.
ദുർവിചാരം എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളിലുണ്ട്. അതായത് മറ്റൊരാൾക്ക് തിന്മ നിരൂപിക്കുന്ന ഒരവസ്ഥ, മറ്റൊരാളിൽ തിന്മ വരുത്താൻ ആഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന ഒരു ചിന്ത നമ്മളിലുണ്ട്. ഞാൻ മാത്രം മതി, ഞാൻ ഇത് ഈ ഒരു തലം നമ്മളിലുണ്ടെങ്കിൽ അത് തന്നെ ദുർവിചാരമാണ് പ്രിയപ്പെട്ടവരെ. അവിടെ വ്യക്തിബന്ധങ്ങളുടെ താല്പര്യങ്ങൾ നമ്മൾ എടുക്കില്ല. ഞാൻ തീരുമാനിച്ചതാണ് ശരി, അത് തന്നെ നടക്കണം, ദുർവിചാരമാണ്. മറ്റൊരാളുടെ ഇഷ്ടത്തെ മാനിക്കാത്തതെല്ലാം ദുർവിചാരമാണ്. മറ്റൊരാളുടെ ഇഷ്ടത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കാത്തതെല്ലാം ദുർവിചാരമാണ്. ഈ ദുർവിചാരം നമ്മളിലുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേത്, അടുത്ത തലം വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. ഇത് നമ്മളിലേക്ക് വരും. എല്ലാം വേണം എന്നുള്ളൊരു ചിന്തയിലേക്ക്, ലോകത്തിൽ ഒന്നും വേണ്ട എന്ന് വയ്ക്കാൻ പറ്റുന്നില്ല, ലോകത്തിൽ ഒരു സുഖവും നോ പറയാൻ പറ്റാത്ത രീതിയിലെല്ലാം വേണം എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തി വയ്ക്കുന്ന ഒരു പാപത്തിൻ്റെ തലം. ഇത്രയും ഈ 5 കാര്യങ്ങൾ നമ്മളിലുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, പൈശാചികത അതിൻ്റെ പൂർണ്ണതയിൽ നമ്മളിൽ നിലനിൽക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. പൈശാചിക സ്വാധീനങ്ങൾ, പ്രവണതകൾ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ 5 കാര്യങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കണം, പുറത്താക്കണം. ഈ 5 കാര്യങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കണം, പുറത്താക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 5 കാര്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കണം. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു രണ്ടിനെയും രണ്ടായിട്ട് നിങ്ങൾ കണ്ട് ബന്ധിക്കണം. രണ്ടിനെയും രണ്ടായിട്ട്, രണ്ടിൽ നിന്നും അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ബന്ധിച്ച് പൂട്ടണം. യേശു എന്ന് പറയുന്ന ശരീരവും ക്രിസ്തു എന്ന് പറയുന്ന ആത്മാവും രണ്ടിനെയും നമ്മളിലേക്ക് നമ്മൾ നിവേശിപ്പിക്കും പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ. അവിടെ യേശു എന്ന് പറയുന്ന ശരീരവും ക്രിസ്തു എന്ന് പറയുന്ന ആത്മാവും ഒരേ സമയം ആത്മാവും ജീവനുമായി എന്നിലേക്ക് പ്രവേശിക്കുന്ന പരിശുദ്ധ കുർബാനയെ ഞാൻ സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, യേശു ക്രിസ്തു അതിൻ്റെ പൂർണ്ണതയിൽ എന്നിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ സ്വീകരിക്കപ്പെട്ട പരിശുദ്ധ കുർബാന നമ്മൾക്ക് ഏറ്റവും വലിയ അത്ഭുതം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതവും ഏറ്റവും വലിയ ധ്യാനവും എന്ന് പറയുന്നത് ഈ ഒരു മണിക്കൂർ ശുശ്രൂഷ എന്ന് പറയുന്ന പരിശുദ്ധ കുർബാനയാണ്. അതിനെ നമ്മൾ സ്വീകരിക്കുന്നത്, ദിവസവും ധ്യാനം കൂടാനുള്ള അവസരം എന്ന് പറയുന്നതും പരിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊന്നില്ല. പരിശുദ്ധ കുർബാനയാണ് ദിവസവും കൂടാവുന്ന ഏക ധ്യാനം. ആ ധ്യാനം കൂടാത്ത ഒരു വ്യക്തിയും മറ്റേത് ധ്യാനം കൂടിയാലും ഒരു ഗുണവുമില്ല. ഈ ധ്യാനം കഴിഞ്ഞ് ഇതിൻ്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത്, ചില ധ്യാനങ്ങളിൽ പറയില്ലേ, നിങ്ങൾ എല്ലാ ആഴ്ചയിലും വന്ന് ഇവിടെ ധ്യാനം കൂടണം, ഫോളോ അപ്പ് അല്ല, അതല്ല ധ്യാനം, അതല്ല ഫോളോ അപ്പ്. പരിശുദ്ധ കുർബാനയാണ് ഫോളോ അപ്പ്. ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടേണ്ട ഫോളോ അപ്പ് എന്ന് പറയുന്നത്, ദിവസവും ഇതിൻ്റെ റിപ്പീറ്റേഷൻ വരുന്നത് പരിശുദ്ധ കുർബാനയിൽ തന്നെയാണ്. കുർബാനയെ ഓട് കണക്ട് ചെയ്താണ് ഓരോ ധ്യാനങ്ങളുടെയും നിലനിൽപ്പുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫോളോ അപ്പ് നിങ്ങളുടെ ഇടവകയിലാണ്. അങ്ങനെ വരുന്നെങ്കിൽ മാത്രമേ ഇടവക ധ്യാന കേന്ദ്രത്തിൻ്റെ അഭിഷേകത്തിലേക്ക് വരുള്ളൂ. ഓരോ ധ്യാനകേന്ദ്രങ്ങളെ അഭിഷേകമാക്കി മാറ്റുന്നത് അവിടെ നടക്കുന്ന ധ്യാനങ്ങളാണെങ്കിൽ, ആ ധ്യാനങ്ങൾ സ്വീകരിച്ച വ്യക്തി ആ ധ്യാനകേന്ദ്രത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച് മടങ്ങുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ആയിരിക്കുന്ന സ്ഥലത്തെല്ലാം ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ സ്വീകരിച്ച അഭിഷേകം സ്പ്രെഡായിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ആ സവിശേഷത നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ധ്യാനങ്ങളെല്ലാം ഒരു തരം 3 ദിവസത്തെ ഒരു ട്രിപ്പാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്ലഷർ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഇതിനകത്തില്ല. അതിനപ്പുറത്തേക്കൊന്നുമില്ല. 3 ദിവസം എല്ലാത്തിൽ നിന്നും മാറി സ്വസ്ഥമായിട്ടിരുന്നു എന്നേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ആത്മാവിൽ ദൈവത്തെ അറിയാൻ പറ്റണം. കണ്ണടച്ചാൽ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് പറ്റണം. കണ്ണടച്ചാൽ ക്രിസ്തുവിനെ കാണാനുള്ള ക്ലാരിറ്റി നമ്മുടെ ആന്തരിക നേത്രങ്ങൾ കൊണ്ടാവണം. കണ്ണ് തുറന്ന് ക്രിസ്തുവിൻ്റെ ഫോട്ടോ കാണുന്ന നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ കണ്ണടച്ചാൽ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റണം. ആ കാണാൻ പറ്റുന്ന ദൈവത്തിന് ഫോട്ടോയിൽ കാണുന്നതല്ല, അതിനേക്കാൾ എത്രയോ സുന്ദരനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നോക്കി കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ ദൈവിക ചൈതന്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങളെടുത്തേ. ഈ 5 കാര്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ 5 തിരുമുറിവിനോട് ചേർത്ത് ഇതിനെ ഓരോ തിരുമുറിവുകൾക്കുള്ളിൽ ഇത് ഓരോന്നിനെ നമ്മൾ കുഴിച്ചു മൂടണം പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിൻ്റെ ഓരോ തിരുമുറിവിലും ഈ ഓരോ ദുശീലങ്ങളെ നമ്മൾ കുഴിച്ചു മൂടുന്നിടത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ശീലം
എന്ന് പറയുന്നത് നമ്മളിലുണ്ട്. ഈ ശീലം, നമ്മളിലുള്ള ശീലങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ദുശീലമാണ്. മറ്റുള്ളവർ നോക്കിക്കാണുമ്പോൾ അത് ദുശീലമാണ്. ഞാൻ പുകവലിക്കുന്നു, എൻ്റെ ശീലമാണത് എന്നെനിക്ക് വേണമെങ്കിൽ ഒരു ന്യായവാദം നിരത്താം. പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാൻ പുകവലിക്കുന്ന ദുശീലമുള്ളവനാണ്. അപ്പോൾ പുകവലി എന്ന് പറയുന്ന ദുശീലം മാറ്റാൻ ഞാൻ മറ്റൊരു ശീലം തുടങ്ങി, അത് പിന്നീട് ദുശീലമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുകവലി എന്നുള്ളത് ദുശീലമാണ്. അപ്പോൾ ആ ദുശീലം മാറ്റാൻ ഞാൻ എന്ത് ചെയ്തു? ഒരു ശീലം തുടങ്ങുകയാണ്. ഒരു ശീലം ഞാൻ തുടങ്ങി. പുകവലിക്ക് പകരം ഞാനൊരു ചായ കുടിക്കുന്ന ശീലം ആരംഭിക്കുകയാണ്. ആ ചായ കുടിക്കുന്ന ശീലം മാറി, എൻ്റെ ശീലം തുടങ്ങി. പുകവലി എന്ന് പറയുന്ന ദുശീലം മാറിയപ്പോൾ എനിക്ക് 24 മണിക്കൂറും ചായ കിട്ടണം. അപ്പോൾ ചായ ദുശീലമായി മാറ്റപ്പെട്ടു. ഒരു ദുശീലം മാറ്റാൻ നിങ്ങൾ തുടങ്ങുന്ന ശീലം ദുശീലമായി മാറ്റാൻ പിശാചിനറിയാം. ഒരു ദുശീലം മാറ്റാൻ വേണ്ടി നിങ്ങളൊരു ശീലത്തെ തുടങ്ങിയാൽ, നിങ്ങൾ തുടങ്ങിയ ആ ശീലത്തെ ദുശീലമാക്കാൻ സാത്താനറിയാം. അതുകൊണ്ട് ഒന്ന് തുടങ്ങാൻ, ഒന്ന് അവസാനിപ്പിക്കാൻ നിങ്ങൾ തുടങ്ങേണ്ടത് പ്രാർത്ഥന എന്ന് പറയുന്ന ശീലം മാത്രമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയല്ലാതെ മറ്റേത് ശീലത്തിലൂടെ നീ ദുശീലത്തെ അകറ്റാൻ ശ്രമിക്കുന്നുവോ, ഇത് ദുശീലമായിട്ട് മാറും. നീ തുടങ്ങിയ നല്ല ശീലം ദുശീലമായിട്ട് മാറും. അതാണ് ശരീരത്തിൻ്റെ വാസന എന്ന് പറയുന്നത്. കാരണം ഇവിടെ ശരീരത്തിൻ്റെ വാസന നമ്മുടെ ആത്മാവിനെ കൊല്ലുന്ന വാസനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിനെ കൊല്ലുന്ന വാസനയാണ്. നമ്മുടെ ആത്മാവിനെ കൊല്ലുന്ന വാസനയാണ്. അത് പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കിടക്കയിൽ തന്നെ ഉറങ്ങാൻ വേണ്ടി പാടുപെടുക. രാത്രി ചെന്ന് കിടക്കുമ്പോൾ ഇതേ കിടക്കയിൽ നിന്ന് തന്നെ രാവിലെ എഴുന്നേൽക്കാനും പാടുപെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടും ഒരു കിടക്കയിൽ തന്നെയാണ്. രാത്രി ചെന്നാൽ കിടന്ന ഉറക്കം വരില്ല എന്ന് പറയുന്ന അതേ കിടക്കയിൽ തന്നെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും പറ്റില്ല. അപ്പോൾ ആ കിടക്ക എന്ന് പറയുന്ന സ്പിരിറ്റിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ കിടക്കുന്നത് ആരാ യഥാർത്ഥത്തിൽ? ഞാൻ ആരുടെ കൂടെയാണ് കിടക്കണേ? ഞാൻ ആരുടെ കൂടെയാണ് എൻ്റെ കിടക്ക പങ്കിടുന്നത്? സ്പിരിറ്റ്, നിങ്ങൾ ആത്മീയതയിൽ കേൾക്കുക. അപ്പോൾ അവിടെ എൻ്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതുമുണ്ട്, എന്നെ ഉറക്കി കിടത്തുന്നതുമുണ്ട്. അതിരാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കിടക്കയിൽ ആരുണ്ട്? രാത്രിയിൽ ദൈവത്തിൻ്റെ മാലാഖമാർ എനിക്ക് കാവലായിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ ഉറങ്ങണം. ആ കാവൽ എനിക്ക് കിട്ടാതിരിക്കണമെങ്കിൽ എൻ്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തിയാൽ മതി പിശാചിന്. ആ കാവൽ എനിക്ക് നഷ്ടപ്പെടുക. അപ്പോൾ എന്നെ ഒരു സ്ലീപ്പിംഗ് പിൽസ് എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്ന രണ്ട് സ്പിരിറ്റും ഒരു കിടക്കയിലുണ്ട്. രണ്ടും ഒന്നിൽ തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് തന്നെ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത്. ഫറവോയുടെ ഹൃദയം കഠിനമാക്കുന്നതും കർത്താവാണ്, ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതും കർത്താവാണ്. അവനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ദൈവത്തെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളിതുവരെ ദൈവത്തെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ആംഗിൾ എന്താണെന്നറിയോ? കസ്റ്റമർ കെയർ യൂണിറ്റായിട്ടാണ്. ഇത് തീർന്നു, ഇപ്പം കിട്ടണം, വിളിച്ചു പറയും, ഉടനെ എത്തണം. ഇങ്ങനെ ഒരു കസ്റ്റമർ കെയർ യൂണിറ്റ് നടത്തുന്നൊരു ദൈവത്തെ മാത്രമേ നമുക്കറിയുള്ളൂ. വിളിച്ചു പറഞ്ഞാലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ദൈവം. ഇത്രയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് മാറണമെങ്കിൽ നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ എത്രയോ മുകളിലേക്ക് എത്തണം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ആത്മീയ മനുഷ്യൻ ഏത് നിലവാരത്തിലേക്ക് എത്തണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടെന്ന് എനിക്ക് തോന്നുന്നു, ഒരു 15 ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടൊരു ധ്യാനം വെച്ചു. ഹിമാചൽ പ്രദേശിൽ വെച്ചിട്ടായിരുന്നു. 15 പേരും ഡോക്ടേഴ്സ്. അവർ ഹൗസ് സർജൻസി കഴിഞ്ഞ് പുതിയ പോസ്റ്റിംഗ് കിട്ടിയവരായിട്ടേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, ഫ്രഷാണ്. അപ്പോൾ ഇവർ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ 15 പേരിലൊരു കുട്ടി, അവൾ ബോംബെ എന്നുള്ളതാണ്. അവളിൽ ദൈവം പ്രവർത്തിച്ച ഒരു അത്ഭുതം കണ്ടിട്ടാണ് ബാക്കിയുള്ള 14 പേരും ഇങ്ങനൊരു റിട്രീറ്റ് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവർ, ഈ 15 പേർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻട്രാക്ഷൻ പോലെയായിരുന്നു, മലയാളത്തിലല്ലായിരുന്നു. അപ്പോൾ ഈ റിട്രീറ്റിൽ അവരിങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവർ ചോദിച്ചതെന്നാണെന്നറിയോ? ബ്രദറെ, എല്ലാ അസുഖങ്ങളാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അവർ ആദ്യം പറഞ്ഞത്. ചില അസുഖങ്ങൾക്ക് മെഡിസിൻ കൊടുത്താൽ
മെഡിസിനോട് ശരീരം റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്നാൽ ചില അസുഖങ്ങൾക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ ശരീരം റെസ്പോണ്ട് ചെയ്യുന്നു. എന്താ കാരണം? അപ്പോൾ ഒരേ ശരീരത്തിൽ മെഡിസിന് കുഴപ്പമാണെങ്കിൽ ഒരു മെഡിസിനോടും റെസ്പോണ്ട് ചെയ്യരുത്. ചില മെഡിസിൻസിനോട് ശരീരം റെസ്പോണ്ട് ചെയ്യുന്നു, ചില മെഡിസിൻസിനോട് ശരീരം റെസ്പോണ്ട് ചെയ്യുന്നില്ല. മെഡിസിൻസിനോട് ശരീരം റെസ്പോണ്ട് ചെയ്യാത്തിടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തോടെ ആ ശരീരം റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില മെഡിസിനോട് ശരീരം റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ദൈവത്തോട് മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അവിടെ ഉത്തരം ദൈവത്തിൽ നിന്നേ ഉള്ളൂ. മെഡിക്കൽ സയൻസിലും എല്ലാം കംപ്ലീറ്റ്ലി ഓക്കെ അല്ല, എല്ലാത്തിനും മെഡിസിൻ അല്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ ദൈവം തന്നു, ഓക്കെ. പക്ഷേ ലൈഫ് ലോങ് ഒരു മെഡിസിൻ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നു എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ദിവസവും കൺട്രോൾ ചെയ്യുന്നൊരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് മെഡിസിൻ. അത് മെഡിസിൻ അല്ല, അത് സ്പിരിറ്റാണ്, അത് അരൂപിയാണ്. അപ്പോൾ അതെന്നെ ദിവസവും ആ സ്പിരിറ്റ് എന്നെ കൺട്രോൾ ചെയ്യുന്നു എന്നല്ലേ അതിനർത്ഥം. അത് ദൈവഹിതമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ്, അതിന് കാരണമായിട്ടുള്ള ഒരു സ്പിരിച്വലിയുള്ള ഒരു റീസൺ എൻ്റെ ഉള്ളിൽ എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിലോ എൻ്റെ ഹൃദയത്തിലോ ഡിപ്പോസിറ്റഡ് ആണ്. അതിനെ ഞാൻ ട്രീറ്റ് ചെയ്യണം, അതിനെ സോൾവ് ചെയ്യണം, അതിന് ഞാൻ റെമഡി കണ്ടെത്തണം സ്പിരിച്വലി. അപ്പോൾ ചിലതിനോട് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യില്ല പ്രിയപ്പെട്ടവരെ, ചിലതിനോട് റെസ്പോണ്ട് ചെയ്യില്ല. ശരീരം ചില അവസ്ഥകളോട് റെസ്പോണ്ട് ചെയ്യില്ല, ചില വ്യക്തികളോട് ശരീരം റെസ്പോണ്ട് ചെയ്യില്ല, ചില സാഹചര്യങ്ങളോട് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യാത്തതിന് കാരണം നമ്മൾ പറയും ആന്തരിക മുറിവെന്ന് പറയും അതിനെ. ചിലതിനോട് ശരീരം റെസ്പോണ്ട് ചെയ്യില്ല. ഇപ്പോൾ സ്റ്റേജ് ഫിയർ, എനിക്ക് പറ്റില്ല സ്റ്റേജിൽ ഇത്രയും പേരെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല, ഞാൻ മാറിപ്പോവുക, എനിക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഒരു ഇന്ന വൂണ്ട് അതിനകത്തുണ്ട് എന്ന് നമ്മൾ പറയും. ഒരു ആന്തരിക മനുഷ്യനിൽ മുറിവ് പറ്റി എന്ന് നമ്മളതിനെ വിളിച്ചാലും ഈ ആന്തരിക മുറിവിന് കാരണമായിട്ടുള്ള ആന്തരിക മനുഷ്യനെ നമ്മൾ എപ്പോഴാണ് കണ്ടേ? ആ ആന്തരിക മനുഷ്യനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ജ്ഞാനമാവുള്ളേ? അപ്പോൾ അതിനെ ആ ശരീരം ഏത് രീതിയിൽ ശരീരം അത് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് പറ്റില്ല, ഞാൻ മാറിപ്പോവുകയാണ്. ഇങ്ങനെ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത സാഹചര്യങ്ങൾ, ഇങ്ങനെ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത ചില വ്യക്തികൾ, ഇങ്ങനെ ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത ചില നല്ല ശീലങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ദൈവം ഇറങ്ങി വരണം. അവിടെ സ്വർഗത്തിൻ്റെ ചലനം ആവശ്യമുള്ള അവസ്ഥയാണ് മനുഷ്യനെ സംബന്ധിച്ച്. ആ അവസ്ഥയിൽ നമ്മുടെ ശരീരം ഇങ്ങനെ തന്നെ, ഈ അവസ്ഥ എനിക്ക് കുഞ്ഞുനാളിലേ ഉണ്ട്, എൻ്റെ യൗവനത്തിലുണ്ട്, എൻ്റെ നല്ല പൗരുഷത്തിൻ്റെ സമയത്തുണ്ട്, എൻ്റെ വാർദ്ധക്യത്തിലുണ്ട്, ഈ അവസ്ഥയിൽ ഞാൻ മരിച്ചു. ഈ ആത്മാവിന് വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറയിൽ ഇങ്ങനെ ഒരവസ്ഥയിൽ ഒരു വ്യക്തി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവിന് വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമുക്ക് ചില ചെക്ക് വെച്ചിട്ടുണ്ട്, ചില സംഭവങ്ങൾ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അത് സോൾവ് ചെയ്ത് കർത്താവിനെ തിരിച്ചേൽപ്പിക്കണം. ഒരു 60 years, ഒരു 80 years, നമ്മുടെ ആയുസിൻ്റെ ഒരു 80 വർഷം 60 വർഷത്തിനുള്ളിൽ ചില പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. വി ഹാവ് ടു സോൾവ് ഇറ്റ്. നമ്മളത് സോൾവ് ചെയ്ത് കർത്താവിന് അത് തിരിച്ചേൽപ്പിക്കുന്ന ഒരു പസിൽ ഗെയിമാണത് ശരിക്കും. നമ്മുടെ ലൈഫ് അത് സോൾവ് ചെയ്യാതെ ഈ ലോകം വിട്ടു പോയാൽ ദാറ്റ് മീൻസ് സ്പിരിച്വലി വി ഹാവ് ഫെയിൽഡ്. നമ്മൾ തോറ്റു, എക്സാം വിജയിച്ചിട്ടില്ല. അപ്പോൾ ഈ എക്സാം വിജയിച്ചാലാണ് സ്വർഗമെന്ന് പറയുന്ന നിത്യസൗഭാഗ്യത്തിലേക്ക് ഈ ആത്മാവ് പ്രവേശിക്കേണ്ടത്. എക്സാം വിജയിച്ചില്ല, തോറ്റു, ജീവിതത്തിൽ തോറ്റുപോയി. ജീവിതത്തിലല്ല, ആത്മീയ ജീവിതത്തിൽ തോറ്റുപോയി. ഭൗതിക ജീവിതത്തിൽ ഒത്തിരി കോടികൾ സമ്പാദിച്ചു, ആത്മീയ ജീവിതത്തിൽ ഞാൻ വമ്പം പരാജയമാണ്. ഈ പരാജയത്തിൽ ഭൗതിക ജീവിതത്തിൽ ഈ സ്വത്തുവകകളെല്ലാം അനുഭവിക്കുന്ന എൻ്റെ മക്കൾ ആത്മീയ ജീവിതത്തിൽ തോറ്റു തുന്നം പാടി എന്നെ സഹായിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതായത് എനിക്ക് വേണ്ടി അവർ ബലിയർപ്പിക്കുകയോ, എനിക്ക് വേണ്ടി അവർ എക്സാം വിൻ ചെയ്യുമോ, എനിക്ക് വേണ്ടി ഞാൻ തോറ്റ ഗെയിം അവരേറ്റെടുത്ത് വിജയിപ്പിക്കുമോ? പ്രിയമുള്ളവരെ, ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സഭ വെച്ചതാണ് ഓരോ ധ്യാനങ്ങൾ. അവിടെ നിങ്ങൾ രോഗസൗഖ്യവും നിങ്ങളുടെ മൂക്കലിപ്പും നടുവേദനയുമായിട്ടൊന്നും വരരുത്, ദൈവത്തെ ഓർത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധ്യാനങ്ങളിൽ നിങ്ങളുടെ ഈ വിലകെട്ട നിയോഗങ്ങളും കൊണ്ട് തമ്പുരാന്റെ മുന്നിൽ വരരുത്. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. ദൈവത്തോട് ചോദിക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അത് കീപ്പ് ചെയ്യാൻ പറ്റണം.
മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് എനിക്കൊരു കരി തരുമെന്ന് ആരും ചോദിക്കില്ലല്ലോ. മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഇരട്ടച്ചങ്കൻ്റെ ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ പറയുകയാണ് എനിക്കൊരു കരി വേണം, വീട്ടിൽ പട്ടിണിയാണെന്ന് നമ്മൾ ആരും ചെന്ന് പറയില്ല. അവിടെ ചെല്ലുമ്പോൾ അതനുസരിച്ചുള്ള ഒരു റാങ്കിലുള്ളൊരു ചോദ്യമേ അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുകയുള്ളൂ. ആ റാങ്ക് അപ്പോൾ ഈ ഭൂമിയിലുള്ള ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തിയോട് നമ്മളിങ്ങനെ ചോദിക്കുമെങ്കിൽ ഏറ്റവും ഉന്നതനായവനോട് നമ്മൾ ചോദിക്കുമ്പോഴും ഒരു നിലവാരം വേണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു നിലവാരം ഉണ്ടാവണം. ഈ നിലവാരമില്ലാത്തിടത്ത് നമ്മൾ കെട്ടുപോകും. നമ്മുടെ ജീവിതം കെട്ടുപോകും. എല്ലാത്തിനോടും ഭയം, ഒന്നിനെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പേടി. ഈ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കെട്ടുപോയിക്കൊണ്ടിരിക്കും, താണുപോയിക്കൊണ്ടിരിക്കും. ഈശോ നമ്മളോട് പറയുന്നു, ഇതിൽ നിന്ന് പുറത്തു വരണം. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് വചനം പഠിപ്പിക്കുന്നു. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. ആരിൽ? അത് കീപ്പ് ചെയ്യുന്ന വ്യക്തിയിൽ, അത് ശീലമാക്കിയ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരും. അപ്പോൾ എന്നിൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ മതി, ഞാൻ ദൈവത്തിൻ്റെ ക്രോധത്തിന് പാത്രമാകും, ഉറപ്പാണ്. ഇതിലെല്ലാം എനിക്കുണ്ടാകണമെന്നില്ല. ഇതിലേതെങ്കിലും എന്നിലുണ്ടെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ക്രോധത്തിന് പാത്രമായാൽ എൻ്റെ ആത്മസ്ഥിതി കെട്ടുപോയ ആത്മസ്ഥിതിയാണ്. അവിടെ എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും പറ്റില്ല. അവിടെ എൻ്റെ ആത്മസ്ഥിതി പൂർണ്ണമായിട്ടും കെട്ടുകിടക്കുക. എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ചില ഗെയിം കർത്താവ് എന്നെ ഏൽപ്പിക്കുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് കർത്താവ് ഓരോ ഗെയിം നമ്മളെ കൊണ്ട് കളിപ്പിക്കും. നമ്മുടെ പഠന ജീവിതമാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അധ്യയന ജീവിതം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവരൊരു സ്പെഷ്യൽ ഗെയിമാണത്. ഇത്ര വർഷത്തെ കോഴ്സാണ് അത്. LKG അല്ലെങ്കിൽ pre-KG മുതൽ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ അത് ചിലപ്പോൾ ഒരു PG അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റോ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് ഏതാണോ ഒരു ഡിപ്പെൻസ് ഓരോ വ്യക്തികളനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ആ ഗെയിം കഴിഞ്ഞ് അതിൽ ക്വാളിഫൈഡ് ആയാൽ അടുത്ത ഗെയിമിലേക്ക് കടക്കുകയാണ് വിവാഹ ജീവിതം. അടുത്ത ഗെയിമിലാണ് പ്രിയപ്പെട്ട ദൈവജനമേ, അടുത്ത ഗെയിമിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ ഒറ്റയ്ക്കല്ല, അവിടെ പിന്നെ 2 പേര് കൂടിയാണ് ഒരു ഗെയിമിലേക്ക് കടക്കുന്നത്. ഈ 2 പേരിലെ ഗെയിമിൽ കർത്താവ് കുറച്ച് പാർട്ടിസിപ്പൻസിനെ ആഡ് ഓൺ ചെയ്യും അവരുടെ ലൈഫിൽ. ആ മക്കളെ കർത്താവ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് അവരുടെ ലൈഫിലേക്ക് കൊടുക്കും. അവിടെ ആളിൻ്റെ എണ്ണം കൂടുമ്പോഴേ അവിടെ തട്ടും മുട്ടും ഭിന്നിപ്പും ഒച്ചപ്പാടും ബഹളങ്ങളും സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയല്ല ആളിൻ്റെ എണ്ണം കൂടുമ്പോൾ, നേരെ തിരിച്ചാ. ആളിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അടിയുടെ എണ്ണമാണ് കൂടുന്നത്. ആളിൻ്റെ എണ്ണം കൂടി കർത്താവ് ആ ഗെയിം മാറ്റിക്കഴിയുമ്പോൾ ഈ ഗെയിമിൽ ഈ മക്കളെ കെട്ടിച്ച് വിടുന്നത് വരെ മക്കളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ ഗെയിം കംപ്ലീറ്റായി. അടുത്ത ഗെയിമിലേക്ക് കിടക്കുക. നമ്മൾ പറയും വാർദ്ധക്യം, നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മൾ വിരമിക്കുക. പിന്നീട് അങ്ങോട്ട് നമ്മൾ കിട്ടിപ്പോയാൽ പോയി എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതം മറ്റൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ട്രോഫി വരും. പേരക്കിടാങ്ങളെന്ന് പറയുന്നൊരു ട്രോഫി കൊണ്ടുവന്ന് വെച്ച് തരും. പിന്നെ ഈ ട്രോഫിയാണ് നമ്മളിങ്ങനെ എല്ലായിടത്തും നമ്മളിതിനെ ഒരു പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. ഈ ട്രോഫിയും കൊണ്ട് കടന്ന് വീട്ടിൽ ഇന്ന് കുട്ടികൾ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് കാനഡ, UK, എവിടെ ഓസ്ട്രേലിയ അല്ലെങ്കിൽ മറ്റ് ജർമ്മനി എവിടെയെങ്കിലും പോയി അവിടെയുള്ള ഒരുത്തിനെയും കെട്ടി മക്കളെ ഉണ്ടാക്കും. മക്കളുണ്ടായി കഴിയുമ്പോൾ ഇവിടെ നിന്ന് പാരൻസിനെ വിളിപ്പിച്ചിട്ട് പിന്നെ ഈ പാരൻസിൻ്റെ ഡ്യൂട്ടി ഈ മക്കളെ നോക്കുന്ന ഡ്യൂട്ടിയിലേക്ക് പാരൻസിൻ്റെ നിലവാരം മാറുക. ഇന്നത്തെ പാരൻസിൻ്റെ നിലവാരം എന്ന് പറയുന്നത് അവരുടെ ലൈഫ് ഫുൾഫിൽ ആകുന്നത് വിദേശത്തുള്ള മക്കളെ നോക്കി നിർവൃതി അടയുമ്പോൾ മാത്രമാണ്. അതുവരെ ഈ പാരൻസിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇന്നത്തെ ന്യൂജൻ പാരൻസ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇങ്ങനെ വന്നെത്തി നിൽക്കുക. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ദൈവം ഒരു ഗെയിം തന്നിട്ട് കളിച്ചോ മക്കളെ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കളിപ്പിക്കുക. ഇതിൽ ഓരോ ഏജ് അനുസരിച്ച് നമ്മൾ ദൈവത്തിന് ഒരു കണക്ക് ബോധിപ്പിക്കണം. ഇതാണ് വിധി ദിവസത്തിൽ സഭ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന തനത് വിധി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ ഞാനുണ്ട്, ഞാൻ ചെയ്ത പ്രവൃത്തിയുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. അവിടെ എനിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ഈ മക്കളോ ആരുമില്ല, എന്നോടൊത്ത് പാപം ചെയ്തവരില്ല. എനിക്ക് പാപം ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ ഒന്നും അവിടെ ബാധകമല്ല. ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത്, സ്വത്ത് ഒന്നും അവിടെ വിലപ്പോവില്ല. ഞാൻ അവിടെയുണ്ട്. ഞാൻ ചെയ്ത പാപവും നന്മയോടെയുണ്ട്. വിധിയാളനായ ക്രിസ്തുവുണ്ട്. അവിടെ ക്രിസ്തുവിന് കരുണയുടെ മുഖം ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഞാനങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ തിരിഞ്ഞു നോക്കുന്ന, കുറ്റപ്പെടുത്തുന്ന
ടൈമാണത്. ഏതൊരു വിശുദ്ധരെടുത്താലും അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് അവരുടെ മരണസമയത്തെയാണ്. എന്തുകൊണ്ടാണ്? ഇതിനെ ഫേസ് ചെയ്യണം. ഇതിനെ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും നമ്മൾക്ക് കംപ്ലീറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. നമ്മളിൽ കുറവുണ്ട്, വീഴ്ചകളുണ്ട്. അപ്പോൾ നമ്മളതിനെ തിരുത്തണമെങ്കിൽ ഞാനിപ്പോഴേ നിങ്ങളോട് പറയുകയാണ്, ആത്മരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണേ. തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുന്നൊരു നിൽപ്പുണ്ട്, മറക്കല്ലേ. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും ഇതെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിക്കണം. വെള്ളം ഒടിപ്പിച്ച് നമ്മളെ വിടും, ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് വന്നെങ്കിൽ വെള്ളം ഒടിപ്പിച്ച് നമ്മളെ വിടുന്ന അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ബാക്കിയുള്ളതെല്ലാം ഈ ലോകത്തിന് തിരിച്ചു കൊടുക്കണം. ഇതും എടുത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, ആത്മാവിൻ്റെ യാത്ര ആരംഭിക്കുന്ന സ്ഥലം അത് മരണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞാലും അല്ല, നമ്മുടെ ജനനത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആത്മാവിൻ്റെ യാത്ര ശരീരത്തോടു കൂടെയുള്ള യാത്രയും ശരീരത്തെ വേർപെട്ടുള്ള യാത്രയും രണ്ടാണെന്നേ ഉള്ളൂ. ജനനം മുതൽ ഇങ്ങോട്ട് ആത്മാവിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്ത യാത്രയിൽ ശരീരത്തോടു കൂടെ ആയിരിക്കുന്ന ആത്മാവിൻ്റെ യാത്രയിൽ ആണ് കൂടുതൽ നമ്മൾ സമ്പാദിക്കേണ്ടത്. ആത്മാവിന് വേണ്ടുന്നത് സമ്പാദിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ കുർബാന. അത് ആത്മാവിൻ്റെ ഭോജനമാണ്. സ്പിരിച്വൽ ഫുഡ് കിട്ടിയിട്ടുണ്ടാകണം. നിങ്ങളുടെ ആത്മാവിന് ആത്മീയ ഭോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആത്മാവ് തനിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഈ എനർജി കൊണ്ട് അതിന് സ്വർഗത്തിലെത്താൻ പറ്റും. അതല്ലെങ്കിൽ എത്തില്ല. ആത്മാവിന് ശരീരത്തോടുകൂടെ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതിനൊരു എനർജിയുടെ ആവശ്യമില്ല. കാരണം ഞാൻ ഫിസിക്കലി ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ആത്മാവ് ഇതിനകത്തുകൂടെ ട്രാവൽ ചെയ്ത് വയസ്സ് 60, 70, 80 എത്തുന്നത് വരെ ട്രാവൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ബോധേഡല്ല. പക്ഷേ ഈ ശരീരത്തിൻ്റെ ടൈം കഴിഞ്ഞാലും ഈ ആത്മാവ് ട്രാവൽ ചെയ്യണമെങ്കിൽ ശരീരത്തോടു കൂടെ ആയിരിക്കുമ്പോൾ കിട്ടേണ്ട ആത്മാവിൻ്റെ ഭോജനം അതാത് ദിവസം അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാലും ആത്മാവ് നേടിയെടുത്ത അനുദിനം സ്വീകരിച്ച പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഭോജനത്താൽ ഇതിന് സ്വർഗത്തിലെത്തുന്നത് വരെയുള്ള ട്രാവലിൽ മറ്റ് തട്ടുമുട്ടുകളൊന്നും ഇല്ലാതെ, മറ്റ് ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ ആത്മാവിനെത്താൻ പറ്റും. അതിനുവേണ്ടി സ്വർഗം നമുക്ക് തന്നിരിക്കുന്നതാണ് പുണ്യപ്രവൃത്തികളും ഈ ധ്യാനങ്ങളും ഓരോ ചിന്തകളും എല്ലാം ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ തിരിച്ചറിയാൻ പറ്റണം. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മകളുടെ PCOD ഇപ്പോൾ സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മകളുടെ PCOD, പോളിസിസ്റ്റിക് ഓവറി ഡിസോർഡർ, അതിപ്പോൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. ഒരു മകൻ്റെ ഋഷിക്കുള്ള ഒരു മൈഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അസ്വസ്ഥത ഒരു പുരുഷൻ്റേതും കർത്താവ് ഇപ്പോൾ ഹീലിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉറങ്ങാതിരുന്നാൽ ഈശോ നിങ്ങൾക്ക് എന്തെങ്കിലും തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറങ്ങിക്കിടക്കുന്നവർക്ക് വിളമ്പാൻ കർത്താവ് വെയിറ്റ് ചെയ്തിരിക്കില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരാളുടെ ഒരു വ്യക്തിയുടെ ഭയത്തിൻ്റെ അരൂപി ഈശോ എടുത്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണേ, നിങ്ങൾ വിശ്വസിക്കണേ, വചനത്തിൽ ആഴപ്പെട്ട് പ്രാർത്ഥിക്കണേ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ സംസാരിക്കരുത്. ഈശോയോട് കൂടെ സ്പിരിച്വൽ കോൺവെർസേഷൻ ആയിരിക്കണം. അതല്ലാതെ നിങ്ങൾ ആരുമായിട്ട് സംസാരിക്കേണ്ട. 2 ദിവസത്തേക്ക് നിങ്ങൾ വായൊന്ന് അടച്ചു വെച്ചാൽ ആത്മാവ് ദൈവത്തോട് സംസാരിക്കും. 2 ദിവസത്തേക്ക് നിങ്ങൾ അധരം ഒന്ന് ക്ലോസ് ചെയ്താൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും സ്തുതിക്കാൻ വേണ്ടിയും മാത്രം അധരത്തെ ഓപ്പൺ ചെയ്യുക. ബാക്കിയുള്ള സമയത്തെല്ലാം നിങ്ങൾ പ്രാർത്ഥനയിൽ, ആത്മാവിൽ പ്രാർത്ഥനയിലായിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ വേറൊരു അവസ്ഥയിലേക്ക് ഈശോ നിങ്ങളെ എത്തിച്ചോളും. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. ആ ഒരു ഫീലിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്ക് അനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവൻ. അടുത്ത സെഷനിലേക്ക് സ്ലീഹ വരികയാണ്. അടുത്ത സെഷൻ അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. വീണ്ടും 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 5 കാര്യങ്ങളെക്കുറിച്ച് സ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്.
ആദ്യത്തെ 5 പറഞ്ഞു. ആദ്യത്തെ 5 കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ് രണ്ടാമത് പറഞ്ഞ 5 കാര്യങ്ങൾ. ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഈ ധ്യാനത്തിനൊന്നും ഈ ടോപ്പിക്ക് എടുത്തിട്ടില്ലെന്ന് എൻ്റെ വിശ്വാസം. ഈ ടോപ്പിക്ക് ഞാൻ എടുത്തിട്ടില്ല. ഈ ആദ്യത്തെ 5 കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ് രണ്ടാമത് പറഞ്ഞ 5 കാര്യങ്ങൾ. രണ്ടാമത് പറഞ്ഞ 5 കാര്യങ്ങൾ ആദ്യത്തെ കാര്യങ്ങളുള്ള വ്യക്തി കാണിക്കുന്ന സ്വഭാവ രീതികളെക്കുറിച്ചാണ്. സ്വഭാവ രീതികളാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ പറഞ്ഞു ഞാൻ വ്യഭിചാരം ചെയ്തു. ഒരു തവണ ചെയ്തു. ശരീരം കൊണ്ട് ഒരു തവണ ഞാൻ വ്യഭിചാരം ചെയ്തു. മനസ്സുകൊണ്ട് പലതവണ ഞാൻ വ്യഭിചാരം ചെയ്തു. ഹൃദയത്തിൽ അതിന് ഞാൻ സൂക്ഷിച്ച് മുദ്ര വെച്ചടച്ചു. എൻ്റെ ചാപ്റ്റർ കഴിഞ്ഞു. ഞാൻ കുമ്പസാരിച്ചു. വൈദികൻ എനിക്ക് പാപമോചനം നൽകി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ ദൈവസമക്ഷം ഇരിക്കുക. ദൈവസമക്ഷം ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഞാൻ ചെയ്ത വ്യഭിചാരത്തിൻ്റെ അരൂപികൾ ഓസി 5:4 പറയുന്ന വ്യഭിചാര ദുർഭൂതം ഇത് എൻ്റെ ആത്മാവിൽ ഉണരാൻ തുടങ്ങി. കാരണം ഫിസിക്കലി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അധരം സ്വർഗസ്നായ നന്മ നിറഞ്ഞ മറിയമേ ദൈവസ്തുതിപ്പുകൾ വചനം ഉരുവിടാൻ തുടങ്ങിയപ്പോൾ ഉള്ളിലുള്ള ഈ സ്പിരിറ്റ്, ഈ വ്യഭിചാര ദുർഭൂതത്തിന് അതിനകത്തിരിക്കാൻ പറ്റില്ല. അതിന് പുറത്തു പോകണം. പുറത്തു പോകാൻ പറ്റാതെ ഇതിനെ തന്നെ കീഴടക്കാൻ അത് പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ അതെനിക്ക് ഉള്ളിൽ ഈ സ്പിരിറ്റ് ചാർജ് എടുക്കുമ്പോൾ ഇത് നേരെ എൻ്റെ ബ്രെയിനിലേക്ക് തോട്ട്സ് തരും. തെറ്റായ ചിന്തകൾ, തെറ്റായ സാഹചര്യങ്ങൾ, അവിടെ എൻ്റെ ഭാവന ഉണരുകയാണ്. പിന്നീട് അങ്ങോട്ട് തെറ്റായ തോട്ട്സിലേക്ക് ഞാൻ പോവുകയാണ്. ഈ തോട്ട്സ് മൂലം ഞാനൊരു ഡിസിഷൻ എടുക്കും. മതിയാക്കാൻ പ്രാർത്ഥിക്കാനിരുന്നാൽ ഇതാണ്. അപ്പോൾ എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ കംപ്ലീറ്റ്ലി സാത്താന് ഞാൻ സറണ്ടർ ചെയ്തു. അവൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ. ഇതാണ് പാപം. നമ്മളെ ഏറ്റുപറയാത്ത പാപം, മനസ്സ് തുറന്ന് കരഞ്ഞനുദപിക്കാത്ത പാപം നമ്മുടെ ഉള്ളിൽ കിടന്നാൽ ഒരിക്കലും നമ്മളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. 2, അധരവ്യായാമം മാത്രമാകുന്ന പ്രാർത്ഥന ചൊല്ലുന്നിടത്ത് പല വിചാരം കടന്നു വരും. നിങ്ങൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇതേ പ്രാർത്ഥന ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഈ തോട്ട്സ് ഒരിക്കലും നിങ്ങളെ ഭരിക്കില്ല, പല വിചാരം വരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പഠിക്കണേ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കണേ. പ്രാർത്ഥിക്കാൻ പഠിക്കുമ്പോൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ പഠിക്കുന്നിടത്ത് പല വിചാരം വരില്ല പ്രിയപ്പെട്ടവരെ. അശ്രദ്ധ വരില്ല, മറ്റ് ചിന്തകൾ വരില്ല. ഇതാണ് ശ്ലീഹ രണ്ടാമത് നമ്മളെ പഠിപ്പിച്ച ലെസൺ. ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ പ്രോഡക്ട്സിൻ്റെ ബൈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞില്ലേ, അതിനെപ്പറ്റി ശ്ലീഹ പറഞ്ഞതാണ്. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം. 5-ാമത്തേത് ഒന്നുകൂടെ ഉണ്ട്. ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം. ഇത് ആദ്യത്തേതിൻ്റെ ബൈ പ്രോഡക്ട്സ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മളുടെ ഉള്ളിൽ ഒരിക്കലും വിട്ടുമാറാതെ ഇത് കിടക്കും. ഇതിനെ പുറത്താക്കാനാണ് സ്പിരിച്വലി നമ്മൾ ദൈവത്തോട് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകത. എപ്പോഴെല്ലാം അധരം ക്ലോസ് ചെയ്ത് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നുവോ, മീൻസ് സൈലൻറ്റ് പ്രയർ. ഏറ്റവും ഡെപ്തുള്ള പ്രാർത്ഥനയാണ് സൈലൻറ്റ് പ്രയർ. ഏറ്റവും ആഴമേറിയ പ്രാർത്ഥനയാണ് സൈലൻറ്റ് പ്രയർ. ഈശോ തനിയെ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് കയറി. സൈലൻ്റ് അഡോറേഷനാണത്. അവിടെ ഈശോ തനിയെയാണ്. കൂട്ടം കൂടുന്നിടത്ത്, ഇപ്പോൾ 4 പേര്, 1-ൽ കൂടുതൽ പേര് ഒരുമിച്ചിരുന്ന് ജപമാല ചെല്ലുമ്പോൾ സഭ നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം തരുന്നുണ്ട്. അത് നല്ലത് തന്നെ. നമ്മൾക്കത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. പക്ഷേ ഇത് തന്നെ എൻ്റെ ആത്മാവും ദൈവവുമായിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം പ്രിയപ്പെട്ടവരെ. അവിടെ കർത്താവ് ദൈവമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നില്ല, മറിച്ച് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം എന്ന് പറയുന്ന തലത്തിലേക്ക് ഞാൻ എത്തണം. എൻ്റെ ഉള്ളിൽ എൻ്റെ രക്ഷകനും നാഥനുമായവൻ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുന്ന തലത്തിലേക്ക് ഞാൻ അവനെ എൻ്റെ ഉള്ളിൽ കണ്ടുമുട്ടാനൊരു ശ്രമം വന്നാൽ വചനം പഠിപ്പിക്കുന്നു, അവൻ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു. അതായത് നമ്മൾ പൂർണ്ണതയിൽ ആത്മാവിലും ശരീരത്തിലും ദൈവിക ചൈതന്യത്തെ കൊണ്ട് നടക്കുന്ന ഒരു ക്യാരിയറായിട്ട് നമ്മൾ മാറണം. ദൈവത്തിൻ്റെ ക്യാരിയറായിട്ട് മാറണം. ഈശോ പറഞ്ഞില്ലേ, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കഴുതപ്പുറത്ത് കയറാനായിട്ട് ഈശോ ആഗ്രഹിച്ചതല്ല, പക്ഷേ
ഈശോ രാജകീയ പ്രൗഢിയിൽ ജെറുസലേമിലേക്ക് പോകണം. ജെറുസലേമിലേക്ക് രാജകീയ പ്രൗഢിയിൽ പോകുമ്പോൾ ഒലിവിൻ ചില്ലകളൊക്കെ അവർ നിലത്ത് വിരിച്ചും ഉയർത്തിപ്പിടിച്ചും ഹോസാന പാടി കർത്താവിനെ എതിരേൽക്കുന്നുണ്ട്. ഈശോ രാജകീയ പ്രൗഢിയിൽ ജെറുസലേമിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്, കൊല്ലപ്പെടാനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറയും, നമ്മളെ തന്നെ കാണിച്ചിട്ട് പറയും, കർത്താവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയും. കർത്താവിനെ കൊലക്കൊടുത്തതാണ് കഴുത യഥാർത്ഥത്തിൽ. അതൊരു കഴുതയും കർത്താവിനെ കൊലക്കൊടുക്കാതിരുന്നിട്ടില്ല. ഒരേ ഒരു കഴുതപ്പുറത്ത് കയറിയ ചരിത്രമേ 4 സുവിശേഷങ്ങളിലൂടെ കർത്താവിനെ പറ്റി നമുക്ക് പറയാനുള്ളൂ. കർത്താവിനെ കൊലക്കൊടുക്കാൻ വേണ്ടി കഴുതപ്പുറത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഈ കഴുതയെ കൊണ്ട് കർത്താവിന് ആവശ്യം എന്തിനാ? കർത്താവിനെ കൊലക്കൊടുക്കുന്നവരാ ഞാനും നിങ്ങളും ആകുന്ന കഴുതകൾ. ഈശോ നമ്മുടെ മുതുകിൽ ഈശോ കയറി ഇരുന്ന് ട്രാവൽ ചെയ്യുന്നതിൻ്റെ അഹങ്കാരമാണ് നമുക്ക്. ഒന്നുമില്ല, കൊണ്ടുപോകുന്നത് ജെറുസലേമിലേക്കാണ്. ജെറുസലേമിലേക്ക് ഇതിനെ ഡ്രോപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനെ ഡ്രോപ്പ് ചെയ്തു. ആരും കയറാത്തൊരു കഴുത ഈശോ പ്രിഫറൻസ് കൊടുത്ത് നോക്കി. ആരും കയറാത്തൊരു കഴുതയാണ് ഈശോയ്ക്ക് ആവശ്യം. പ്രാർത്ഥന എന്ന് പറയുന്നത് ആരും കയറാത്തൊരു കഴുതയുടെ ഒരു തരം എന്താ പറയുക, ഒരു നിലവിളിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആരും കയറരുത് ഇതിനകത്ത്. ഇതാണ് പ്രാർത്ഥന. അമർഷം, ക്രോധം എന്ന് പറയുന്ന, അശുദ്ധ ഭാഷണം എന്ന് പറയുന്ന ഈ ആരെങ്കിലും കയറിയ കഴുതയെ കർത്താവിന് ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ, നമ്മളെന്ന് പറയുന്ന കഴുതയിൽ ഒത്തിരി പേര് ട്രാവൽ ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പുറമേ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അകമേ ഒത്തിരി പേര് ട്രാവൽ ചെയ്യുന്ന കഴുതകളാണ് നമ്മൾ. അതിൽ സ്ലീഹ പഠിപ്പിച്ച ഏതാനും പേരുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അമർഷം, ക്രോധം, അശുദ്ധ ഭാഷണം, ദൈവദൂഷണം എന്നൊക്കെ പറയുന്ന കുറേ പേരുകൾ ഈശോ കാണിച്ചു തരുന്നത്. ഇത് ഓരോന്നും ഓരോ പേഴ്സണാണ്. ഇത് ഓരോന്നും ഓരോ വ്യക്തിത്വങ്ങളാണ്. എന്നിലുള്ള ബഹുമുഖ വ്യക്തിത്വങ്ങളാണ്. ഇത് ഓരോ വ്യക്തിത്വം ഓരോ കാലഘട്ടത്തിനനുസരിച്ച്, ഓരോ സാഹചര്യം അനുസരിച്ച് ഞാൻ പ്രകടിപ്പിക്കും. ഈ വ്യക്തിത്വങ്ങളെല്ലാം എന്നിലുണ്ടെങ്കിൽ സാഹചര്യം വരുന്നതനുസരിച്ച് ഓരോ വ്യക്തിത്വം പുറത്തു വരും. പ്രിയപ്പെട്ടവരെ, പുറത്തു വരും, പാപമായിട്ട് പുറത്തു വരും. ഈശോ ഡിമാൻഡ് ചെയ്തത് ഒറ്റ കാര്യമാണ്, ആരും കയറാത്തൊരു കഴുത എനിക്ക് ആവശ്യമുണ്ട്. ഈശോ ഡിമാൻഡ് ചെയ്തത്, കർത്താവിനെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുപോകുമ്പോഴും കർത്താവ് അവൻ്റെ പരിശുദ്ധിയിൽ കോട്ടം തട്ടാൻ അനുവദിച്ചിട്ടില്ല. കൊലയ്ക്ക് കൊടുക്കാനാണ് കഴുതയും കൊണ്ട് ഒലിവിൻ ചില്ലകളൊക്കെ ഏന്തി കർത്താവിനെ കൊണ്ടുപോയത്. ഉന്നതത്തിൽ ഓസാന എന്ന് പറഞ്ഞ് കർത്താവിനെ എതിരേറ്റു കൊണ്ടുപോയത് അവനെ രാജാവാക്കിയതല്ല, കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മൾ യേശുവിനെ കൊണ്ടു നടക്കുന്ന കാരിയർ ആണെങ്കിൽ കൊലയ്ക്ക് കൊടുക്കാനുള്ള കാരിയേഴ്സാണ് നമ്മൾ. ചിന്തിച്ചേ, ഇതേ ഈശോയെ ഉള്ളിലിട്ടിട്ടാണ് സകല പാപവും നമ്മൾ ചെയ്തു കൂട്ടിയതും. ഇന്നും ചെയ്തതും ഇനി ചെയ്തതും ഇന്നലെ വരെ ചെയ്തതും ഇന്ന് ചെയ്തതും എല്ലാം പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഈശോ എന്ന് പറയുന്ന എൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ, അവൻ്റെ കാരിയറായിട്ട് ഇത്ര കോടി ജനങ്ങളെ അല്ലെങ്കിൽ കത്തോലിക്കരെ അവൻ ഈ ലോകത്തിലേക്ക് അയച്ചു. ഇത്ര കോടി കത്തോലിക്കർ ക്രിസ്തുവിൻ്റെ കാരിയേഴ്സാണ്. കാരണം ആ കാരിയർ ആകാൻ വേണ്ടി അവനൊരു മുദ്ര വെച്ചു. മമോദിസ എന്ന് പറയുന്ന സ്റ്റാമ്പ് ചെയ്ത് നമ്മളെ കത്തോലിക്ക സഭയിലേക്ക് അവൻ സ്വീകരിച്ചിട്ട് കർത്താവിനെ കൊണ്ട് നടക്കുന്ന കാരിയർ ആകണം നീ എന്നൊരു കോള് നമുക്ക് കിട്ടി. ഈ കോളനുസരിച്ച് ഞാൻ കർത്താവിൻ്റെ കാരിയർ എന്ന് പറയുന്ന കഴുത 4 കാലിൽ നടക്കണമെന്നുള്ളതാണ്. അതായത് ജീവിതത്തിൻ്റെ സഹനത്തിൽ കാലും കൈയും കുത്തി നടക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കും. നിവർന്ന് നിൽക്കാൻ പറ്റാത്ത സഹനത്തിൻ്റെ കഴുതയ്ക്ക് തുല്യമായിട്ടുള്ള ഒരാളുടെയും മുന്നിൽ തല പൊക്കി നോക്കാൻ പറ്റാത്ത രീതിയിൽ സഹനത്തിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിൽ നമ്മളിങ്ങനെ വളച്ചു നിർത്തും. ഒടിക്കത്തില്ല, വളയ്ക്കത്തേ ഉള്ളൂ. ഇങ്ങനെ വളച്ചു നിർത്തി അതിനു മീതെ അവൻ കയറിയിരിക്കും. അതിനു മീതെ അവൻ കയറിയിരിക്കുമ്പോൾ സഹനം വരുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു സഹനം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കണം. കാരണം ഈ സഹനത്തിനെ ഓവർകം ചെയ്യാൻ, എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. ഇതിലൊക്കെ നമ്മുടെ ഒരു സഹനവും ഇല്ലാതെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് പൈശാചികതയാണ്. കാരണം അവിടെ നമ്മൾക്ക് വഴി തെറ്റാൻ ചാൻസ് ഉണ്ടോ? നിരപ്പായ വഴിയാണ് ഏറ്റവും അപകടം പിടിച്ചത് പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും അപകടം തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. നല്ല പോളിഷ്ഡ് റോഡാണെങ്കിൽ തെന്നി വീഴും. ഈശോ നമുക്ക് തന്നിരിക്കുന്നത് ഗ്രിപ്പുള്ള റോഡാണ്. കാരണം കുണ്ടും കുഴിയും കട്ടറും ഒബ്സ്റ്റക്കിൾസും കയറ്റവും ഇറക്കവും മാത്രമാണ്. ഒരിക്കലും തെന്നി വീഴില്ല. സൂക്ഷിച്ചേ ഓരോ ചുവട്
നമ്മൾ വയ്ക്കുകയുള്ളൂ, അല്ലെങ്കിൽ കാല് തെന്നി വീഴും എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് സഹിക്കുന്ന വ്യക്തികൾ വയ്ക്കുന്ന ഓരോ ചുവടുകളും ശ്രദ്ധയോടെ വയ്ക്കുകയുള്ളൂ. അവർ പ്രാർത്ഥിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അവർ ദൈവത്തെ കാണുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവരുടെ ആത്മാവ് ദൈവത്തെ കണ്ടിട്ടേ അവരുടെ ശരീരം ദൈവത്തെ വിളിച്ചു പറയുള്ളൂ. സഹിക്കാത്ത വ്യക്തി ദൈവത്തെ വിളിച്ചു പറയുന്നത് അവൻ്റെ അധര വ്യായാമവും അവൻ കാണിക്കുന്ന പ്രഹസനങ്ങളുമാണ്. സഹിക്കുന്ന വ്യക്തി ദൈവത്തെ വിളിക്കുമ്പോൾ അവൻ്റെ ആത്മാവിൽ ദൈവത്തെ വിളിച്ചിട്ടേ അവൻ്റെ ശരീരം കരങ്ങൾ ഉയർത്തുന്നുള്ളൂ. തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല ഏതിൽ നിന്നാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കണ്ണ് നനയാത്ത പ്രാർത്ഥനകളൊന്നും ആത്മാവിൻ്റേതല്ല പ്രിയപ്പെട്ടവരെ. കണ്ണ് നനയാത്ത കരയാതെ പറയുന്നതൊന്നും നിയോഗങ്ങളെന്ന് പറയുന്ന ഇൻറ്റൻഷൻസുമല്ല. നിങ്ങൾ കണ്ണ് നനയാതെയാണ് ദൈവത്തോടൊരു ഇൻറ്റൻഷൻ സമർപ്പിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കണ്ണ് നനഞ്ഞ് നെഞ്ചുപൊട്ടി കരഞ്ഞു ചോദിക്കുന്നതിൻ്റെ പേരാണ് നിയോഗം. കാരണം അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ അടിയറവ് വയ്ക്കുന്നിടത്താണ് ഞാൻ കരഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് ചോദിക്കുകയുള്ളൂ. അല്ലാത്തതെല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി കൊട്ടിയിടരുത്. അത് ദൈവത്തിൻ്റെ വില ഇടിക്കും. അത് നിൻ്റെ മരണശേഷം നിൻ്റെ ആത്മാവിന് അതൊരു മൈനസ് മാർക്കിന് ഇടവരുത്തും. ദൈവത്തിൻ്റെ മുൻപിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഇടാൻ പാടുള്ളൂ. ദൈവം നിനക്ക് ആരോഗ്യമുള്ള ശരീരവും ചിന്തിക്കാനൊരു മനസ്സും ആലോചിക്കാൻ നല്ല ബുദ്ധിയും തന്നിട്ടുണ്ടോ? നിനക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചോളും. അവിടെയും നിൻ്റെ ബുദ്ധിയല്ല, നിൻ്റെ ഉള്ളിൽ വസിക്കുന്നവൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചോളും. നീ ഒന്ന് കൂട്ടുപിടിച്ചാൽ മതി. പക്ഷേ ഇത് ഒരു നിയോഗ പ്രാർത്ഥനയായിട്ട് ഇത് പുറത്തേക്ക് വരുമ്പോൾ അതിനകത്ത് നമ്മളെല്ലാത്തിനും കണ്ണുനീരിൻ്റെ ഒരു വിഹിതത്തെ കൂടെ ചേർക്കരുത്. എല്ലാ നിയോഗങ്ങൾക്കും കണ്ണുനീരുണ്ടെങ്കിൽ കർത്താവ് പെട്ടെന്ന് അതിൽ വീഴും. കർത്താവ് കാല് തന്നെ വീഴാൻ ഒരു പഴത്തൊലി ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാണ് കണ്ണുനീര് എന്നാണ് പ്രാർത്ഥിക്കുന്നവരുടെ ഒരു ചിന്ത. പ്രിയപ്പെട്ട ദൈവജനമേ, അല്ല, അങ്ങനെ കർത്താവിനെ നിങ്ങൾ വിലയിടിച്ച് കാണരുത്. കർത്താവ് വിവേകം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നോക്കിക്കാണാൻ ഉള്ള ഒരു കൃപ നമ്മളിൽ നിന്ന് നമ്മൾ കാണിക്കണം, ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇതെല്ലാം കാണാനായിട്ട് ഒരു കൃപ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം അനുഭവിക്കാനായിട്ട് ദൈവം ഒരു കൃപ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഇൻറ്റൻഷന് നിലവാരം ഉണ്ടാവണം. നിലവാരമില്ലാത്തതൊന്നും ദൈവത്തോട് ചോദിച്ച് നമ്മുടെ നിലവാരം കുറച്ച് കാണരുത്. നമ്മൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ. നമ്മളെ കാണുമ്പോൾ തന്നെ കർത്താവ് തിരിഞ്ഞ് ഓടരുത്. ഇതേ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഈശോ ഓടരുത്. നമ്മളുടെ നിയോഗം കേട്ടിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഈശോ നമ്മളെ എതിരേൽക്കാൻ ആഗ്രഹിച്ച് നിൽക്കണം. അതാണ് പ്രാർത്ഥന. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. അത് ആരാധനയുമായി കണക്റ്റഡാണ്. ഈ ദൈവത്തെ ആരാധിക്കുന്നതുമായിട്ട് കണക്റ്റഡാണ്. ഇതില്ലാതെ മരിച്ചു പോകുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവജനമേ ആത്മസ്ഥിതിയിൽ കോട്ടം തട്ടി എന്ന് നമ്മൾ പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റൊരു കാര്യം ഈശോ നമ്മളോട് പറയുന്നു, പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവാൻ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ. ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ വ്യക്തമായിട്ട് പറഞ്ഞത് കേട്ടില്ലേ ശ്ലീഹ? ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായിട്ടുള്ള ഒരു പുതിയ മനുഷ്യനെ രൂപപ്പെടുത്തണം. ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ നമ്മൾ ചോദിക്കുന്നതിന് ക്രിസ്തുവിനോടാണ് ചോദിക്കുന്നതെന്നുള്ളൊരു നിലവാരം ഉണ്ടാവണം. നിങ്ങളുടെ ഈ ധ്യാനത്തിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളിലെല്ലാം ഈ നിലവാരം ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക് ദൈവത്തോട്. ഈ നിലവാരമില്ലാത്തതൊന്നും സമർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. ഈ നിലവാരമില്ലാത്തതൊന്നും ചോദിക്കരുത്. കാരണം ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഏറ്റവും വലിയൊരു ഗുണം അത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. സ്ലീഹന്മാർ പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. സ്ലീഹന്മാർ ഈശോയോടൊരിക്കലും ആവശ്യപ്പെട്ടില്ല.
ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാൽ മതി, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അതാണ് മെച്യൂരിറ്റി. ഈശോയോട് കൂടെ നടന്നിട്ട് അവർ ചെയ്ത ഒരേ ഒരു നല്ല കാര്യമെന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ അവസാന സമയത്തെപ്പോൾ ഇതെല്ലാം ഓടിക്കളഞ്ഞു എന്ന് നമ്മൾ പറയും. ഓടിക്കളഞ്ഞതല്ല, മാറ്റി നിർത്തപ്പെട്ടതാ. യേശുവിനോട് ചോദിച്ചതിൽ നല്ല കാര്യം ചെയ്തത് എന്താ? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അതാണ് അവർ കാണിച്ച മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ രൂപപ്പെട്ടു എന്ന് പറയുന്ന മെച്യൂരിറ്റി എന്ന് പറയുന്നത് അതാണ്. കാരണം അവിടെ ഈശോ അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്താ? പ്രാർത്ഥനയല്ല പറഞ്ഞു കൊടുത്തത്, കൽപ്പനകൾ പാലിക്കുക എന്ന് പറഞ്ഞതാണ് ഈശോടെ അവരോട് ഷെയർ ചെയ്തത്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, അതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അതാണ് രണ്ടാമത്തെ കൽപ്പന. കർത്താവിൻ്റെ നാമം പരിവൃത പ്രയോഗിക്കരുത്, അങ്ങയുടെ രാജ്യം വരണം, അത് മൂന്നാമത്തെ കൽപ്പന. അങ്ങയുടെ രാജ്യം വരണം, അതായത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. 4 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. അപ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്താ ഉള്ളത്? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ 10 കൽപ്പനയായിരുന്നു. സ്ലീഹന്മാർക്കത് മനസ്സിലായില്ല. 10 കൽപ്പന നീ പാലിച്ചാൽ നിനക്ക് എന്ത് കിട്ടും? അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. അത് ഇതല്ല, ആത്മീയ ഭക്ഷണം, പരിശുദ്ധാത്മാവാണ് അന്നു വേണ്ടുന്ന ആഹാരം, അതിന്ന് ഞങ്ങൾക്ക് തരും. അത് തരണമെങ്കിൽ ഞാൻ എന്തു വേണം? ആദ്യത്തെ 3 കൽപ്പന, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള പാപങ്ങൾ ചെയ്യരുത്. 4 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ ലോകത്തിനെതിരായിട്ടുള്ള പാപങ്ങളാണ്, അത് ചെയ്യരുത്. ഈ 10 കൽപ്പനകൾ നീ പാലിച്ചാൽ നിനക്ക് ദിവസവും പരിശുദ്ധാത്മാവിനെ കിട്ടും, നീ എലിജിബിളാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീ എഴുതി തള്ളണം. എഴുതി തള്ളാൻ കടങ്ങളും പാപങ്ങളും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അവിടെയാണ് ഒരു അഡ്വക്കേറ്റ് നമുക്ക് ആവശ്യം. അവളുടെ പേരാണ് പരിശുദ്ധ മറിയം. അവളൊരു വനിതാ അഡ്വക്കേറ്റാണ്. അവളെയാണ് സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത്. എൻ്റെ എല്ലാ കുറ്റങ്ങളും ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം എനിക്കറിയാം, പക്ഷേ എനിക്ക് വേണ്ടി വാദിച്ച് എൻ്റെ ഇല്ലാത്ത നിരപരാധിത്വം തെളിയിക്കുന്ന ഒരു അഡ്വക്കേറ്റുണ്ട്. അതാണ് പരിശുദ്ധമ്മ. അതാണ് പരിശുദ്ധമ്മ, അഭിഭാഷക. എൻ്റെ ഇല്ലാത്ത നിരപരാധിത്വം തെളിയിക്കുന്നവൾ, അവളുടെ പേരാണ് പരിശുദ്ധ മറിയം. ഒരു കോർട്ടിൽ, ലോകത്തിൽ ഒരു ഹൈക്കോർട്ടിലോ മറ്റോ നിങ്ങൾ ചെന്നാൽ നമുക്ക് പറയാനൊരു കാരണമുണ്ട്. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാനൊരു വക്കീലിനെ വെച്ചു. പക്ഷേ സ്വർഗത്തിൻ്റെ കോർട്ടിൽ ഒരിക്കലും നിരപരാധി എന്നൊരവസ്ഥയിലുള്ള ഒരെണ്ണം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരു അഡ്വക്കേറ്റേ ഉള്ളൂ, എല്ലാവർക്കും വേണ്ടി. അത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയാണ്. അവൾ വാദിക്കും, അവൾ കേസ് നടത്തും, അവൾ തെളിവുകൾ ഹാജരാക്കും. അവളെ വിടരുത്. അവൾക്ക് നീ പേ ചെയ്യണം. എല്ലാ ദിവസവും നീ അവൾക്ക് പേ ചെയ്യണം. ജപമാല പേ ചെയ്യണം. നമ്മളിങ്ങനെ തന്നെയാണ് പേ ചെയ്യുന്നത്. അതുകൊണ്ട് പേ ചെയ്യണം. അമ്മയ്ക്ക് നീ പേ ചെയ്യണം. പേ ചെയ്യാൻ മറക്കരുത്. അമ്മയ്ക്ക് നീ പേ ചെയ്യുന്നതനുസരിച്ച് ജപമാല ഉരുവിടുന്നത് നീ അമ്മയ്ക്ക് ഈ ലോകത്തിൽ നീ പേ ചെയ്തുകൊണ്ടിരിക്കണം. നീ മരിച്ചു കഴിയുമ്പോൾ നീ പേ ചെയ്ത കറൻസി, സ്പിരിച്വൽ കറൻസിയാണ്, അത് വെച്ചിട്ട് അമ്മ നിനക്ക് തിരിച്ച് വക്കാലത്ത് ഏറ്റെടുത്ത് അമ്മ നിൻ്റെ കേസ് ഏറ്റെടുക്കും. അതുകൊണ്ട് അമ്മയെ വിട്ട് കളയരുത്. പുത്രനെ വിട്ടാൽ അമ്മയെ വിടരുത്. പരിശുദ്ധ അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അവളെന്ന് പറയുന്ന പരിശുദ്ധമായിട്ടുള്ള അഭിഭാഷക, പിതാവായ ദൈവം പരിശുദ്ധ അമ്മയോട് പെർമിഷൻ എടുത്തു. പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ നിൻ്റെ പെർമിഷൻ വേണം. അമ്മ പെർമിഷൻ കൊടുത്തു. അമ്മ കൊടുത്ത പെർമിഷനിൽ അമ്മ കുറച്ച് ഡിമാൻഡ്സ് വെച്ചു. 1, ഞാൻ പുരുഷനെ അറിയില്ല. 2, ഇതെങ്ങനെ സംഭവിക്കും? അങ്ങനെ കുറച്ച് ഡിമാൻഡ്സ് അമ്മ വെച്ചു. ഈ ഡിമാൻഡ്സ് എല്ലാം അംഗീകരിച്ചു. അവിടെ നിന്നും വന്നു ഒരു അഭിഭാഷകൻ, ഗബ്രിയേൽ എന്നു പേര്. കംപ്ലീറ്റ് കാര്യങ്ങൾ വിസ്തരിച്ചു. അമ്മ കേട്ട് അമ്മ അവസാനം മുട്ടുകുത്തി പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. ഇത് വേറൊരാൾക്കും പറയാൻ പറ്റില്ല. ലോകത്തിൽ വേറൊരാൾക്കും ഇത് പറയാൻ പറ്റില്ല. നമ്മളൊന്നും പറഞ്ഞാൽ ശരിയാവാത്ത ഒരേ ഒരു വേർഡാണ് അമ്മ പറഞ്ഞത്. ഒത്തിരി കാര്യങ്ങളൊന്നും അവൾ ബൈബിളിൽ പറയാൻ നിന്നിട്ടില്ല. കാരണം പ്രസൻസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവളാണ് പരിശുദ്ധ മറിയം വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ. അതുകൊണ്ട് സംസാരിച്ച് ഒരുപാട് ഞാനെന്തോ ആണ് എന്നമ്മ വരുത്തി തീർത്തിട്ടില്ല. ഇതും പ്രാർത്ഥനയുടെ മറ്റൊരു തലമാണ്. നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ അമ്മ നമ്മളെ പഠിപ്പിച്ച രീതി. അമ്മ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചേ. അവർക്ക് വീഞ്ഞില്ല. അമ്മയുടെ ഇൻ്റർസെഷൻ പ്രെയറാണ്. അവർക്ക് വീഞ്ഞില്ല. അമ്മയുടെ ഭൂമിയിലുള്ള
പുത്രൻ്റെ മേൽ അമ്മയ്ക്കുള്ള ആധിപത്യം, സ്വർഗത്തിലുള്ള അമ്മയുടെ ആ ഒരു അതോറിറ്റി അമ്മ കാണിക്കുകയാണ്. അവർക്ക് വീഞ്ഞില്ല. വീണ്ടും അമ്മയുടെ അതോറിറ്റി ഭൂമിയിൽ കാണിച്ചു. അവൻ പറയുന്ന പോലെ ചെയ്യും, സ്വർഗത്തിലും ഭൂമിയിലും ഞാൻ കൽപ്പിക്കും, അനുസരിക്കും എന്ന് പറയുന്ന രീതിയിൽ അമ്മ ഒറ്റ വാക്ക് വള 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 വളാന്നിങ്ങനെ പറയുന്നില്ല പ്രാർത്ഥനയിൽ. ഒറ്റ വേർഡ് ഞാൻ പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അത് പുത്രനെ നോക്കി. പുത്രൻ അതിന് കുറേ മറുപടി എക്സ്പ്ലനേഷനൊക്കെ തേടി. അമ്മ മിണ്ടുന്നില്ല, അമ്മ സൈലൻസാണ്. കാരണം കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്, ചെയ്തോളൂ. ഇത് തന്നെ ഭൂമിയിലും പറഞ്ഞു, അവൻ പറയുന്ന പോലെ ചെയ്യണം. അവൻ പറയുന്നത് പോലെ ചെയ്യാൻ അവൻ എന്തു പറയുന്നു ഇവർക്കറിയില്ല. 6 കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. നമ്മളുടെ 6 പ്രവൃത്തി ദിവസങ്ങളാണ്. 6 കൽഭരണിയിൽ നീ വെള്ളം നിറച്ചാൽ 7-ാം ദിവസം സാബത്താണ്, നിനക്ക് വീഞ്ഞു കുടിക്കാം. 6 ദിവസം എന്ന് പറയുന്നത് നിൻ്റെ മൊത്തം ലൈഫാണെങ്കിൽ 7-ാം ദിവസം നീ സ്വീകരിക്കാനിരിക്കുന്ന സാബത്ത് എന്ന് പറയുന്ന നിത്യസ്വർഗമാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ 6 ദിവസം വെള്ളം നിറച്ചേ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ. അതിൽ 3 ദിവസമാണ് ഞാനിപ്പോൾ നിങ്ങളിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ദിവസം നമുക്ക് ഒരുമിച്ച് നിറയ്ക്കാം. 3-ാം ദിവസം സാബത്താണ്, സൺഡേ ആണ്. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.